അതാ കാണുന്നു വലിയൊരു കൊമ്പനാന. CM-നെ കണ്ടപ്പോൾ അതങ്ങാലറി. ഒന്നും പറഞ്ഞു ഓടം ചെയ്തിട്ടില്ല, പക്ഷെ നരകത്തെ തീരെയും പേടിയില്ല, സ്വർഗത്തെ തീരെയും പൂതിയില്ല. ഉച്ച നേരമിൽ കാട്ടിടല്ലോ. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ചെറിയ വാക്കല്ലാതെ അവര് പച്ചയിൽ ഇവിടെ കച്ചവടമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവരെ പോലെ കച്ചവടം ചെയ്തവരില്ല. അവരുടെ കച്ചവടമാണ് യഥാർത്ഥ കച്ചവടം. ഈമാനും തഖ്വയുമാണ് ഏറ്റവും വലിയ കച്ചവടം. അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തെ ലാക്കാക്കി ജീവിച്ചവരെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമാ റബിഹത് തിജാറതുഹും, അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭമില്ല. നമ്മളെ പറ്റിയാണ് പറഞ്ഞത്. മോനെ, ഇന്ന് ഞാൻ നിന്റെ ഷെയ്ഖാണ്, ഇന്ന് ഞാൻ നിന്നെ പടികേറ്റി കൊണ്ടുപോകുന്ന ആളാണെങ്കിലും ഇദാ ഉല്ലീത് ഫർഹം ബിഹാദിഹിൽ ലിഹിയാ, നീ എൻ്റെ മേൽ അധികാരമേൽപ്പിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്, നീ എൻ്റെ ശൈഖാകുന്ന ഒരു കാലമുണ്ട്. അന്ന് ഈ പാവപ്പെട്ടവനെ സസ്പെൻഡ് ചെയ്യരുത് മോനെ. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായൻ അവർക്കാനു വാദം കൊടുത്തോവർ. വലിയ സ്റ്റേജിലെത്തി എന്നെ നീ ഭരിക്കുന്ന ഒരു കാലമുണ്ട് ജീലാനി അബ്ദുൽ ഖാദിറേ. അന്ന് എന്തെങ്കിലും ത്വരീഖത്തിന്റെ പേരിൽ, ഹഖീഖത്തിന്റെ പേരിൽ ഒരു ചെറിയ എന്തെങ്കിലും അപാകത പറ്റിയാൽ ശരിയത്തല്ല. അപാകത പറ്റിയാൽ വിലായത്ത് ഊരിക്കളയാൻ സാധ്യതയുണ്ട്. അതിനുള്ള അധികാരം നിനക്കുണ്ടാവും. ആ ടൈമിൽ ഫർഹം ബിഹാദിഹിൽ ലിഹിയാ, എന്നോട് കരുണ കാണിക്കണം. നിന്നെ വളർത്തിയ ഉസ്താദ് എന്ന നിലക്ക്, ഷെയ്ഖ് എന്ന നിലക്ക് എന്നെ സസ്പെൻഡ് ചെയ്യരുത് അബ്ദുൽ ഖാദിറേ. ഇതാണ് ഇവിടെ നടന്നത്. തന്നെ വളർത്തിയ ഷെയ്ഖന്മാർക്ക് മുഴുവനും ഷെയ്ഖായാണ് CM ഇവിടുന്ന് വഫാത്തായത്. പണ്ടേക്കും പണ്ടേ ഉള്ളൊരു മണ്ടോത്തിയുടെ നടുവിന്ന്, അങ്ങനല്ലേ പങ്കില്ല പൂവൻ മൈലത പാട്ടും പാടിയിട്ടാടുന്ന്. പണ്ടേക്കും പണ്ടേ ഉള്ളൊരു മണ്ടോത്തിയുടെ നടുവിന്നല്ലേ, നടുവിന്ന് പങ്കില്ല പൂവൻ മൈലത പാട്ടും പാടിയിട്ടാടുന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാണാം. ബഹുമാനപ്പെട്ടവര് നഫ്സിനെ പറ്റിയാണ് ഈ പറയുന്നത്. ചിങ്കപ്പായലെ പൂങ്കുയിലെ ചിന്തിക്കേണ്ടത് നീയല്ലോ എന്ന് പറഞ്ഞാ നിൽക്കുന്നത്. എല്ലാത്തിന്റെ ലാസ്റ്റ് അങ്ങനെയാണ്. ഞാൻ ആ പാട്ട് വായിച്ചിട്ടുണ്ട്, വല്ലാതെ ആശ്ചര്യപ്പെട്ടു. പണ്ടേക്കും പണ്ടേയുള്ളൊരു മണ്ടോത്തി. ദുനിയാവാണത്. ദുനിയാവ് ഒരു പെണ്ണാ, ചമഞ്ഞൊരിഞ്ഞ് നിൽക്കുകയാണ്. ഒരു പെൺകുട്ടിയാ, ഒരു പെണ്ണാണ് അവള്. അവള് ചമഞ്ഞൊരിഞ്ഞ് നിൽക്കാണ്. കാലങ്ങളായി പലരെയും അവൾ വഞ്ചിക്കുന്നു. ഇന്നലില്ലാഹി ഇബാദം ഫൂതനാ ത്വല്ലഖു ദുനിയാ വഖഫുൽ ഫിതനാ. അല്ലാഹുവിന്റെ ബുദ്ധിയുള്ള ജനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ജനങ്ങൾ, ത്വല്ലഖു ദുനിയാ, ദുനിയാവെന്ന പെണ്ണിനെ അവര് ത്വലാഖ് ചൊല്ലി. അതാണ് ഈ പെണ്ണ്. അണിഞ്ഞൊരിഞ്ഞ് നിൽക്കുകയാണ് ആ പെണ്ണ്. എത്ര ആളുകളാണ് അവൾ വലയിൽ ചാടിച്ചത്. ദുനിയാവ് വല്ലാത്ത അപകടകാരിയാണ്. മഹാനായ അബൂബക്കറിൽ അബൂ ഇസ്ഹാഖ് അൽ അന്ദുലിസി തങ്ങൾ, അവിടുത്തെ മകൻ അബൂബക്കർ ഇൽമു പഠിക്കാൻ പറഞ്ഞയച്ചി. കുറച്ചു കാലമൊക്കെ പഠിച്ച് 5-8 വർഷമൊക്കെ ഓതി. ഇൽമിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഉപ്പയോട് പറയാതെ ഇൽമു വിട്ട് കച്ചവടത്തിലേക്ക് പോവുകയാണ് അബൂബക്കർ. സ്പെയിൻകാരനായ അബൂ ഇസ്ഹാഖ് തങ്ങൾ വലിയ പണ്ഡിതനാണ്.
മകൻ ഇൽമു വിട്ട് കച്ചവടത്തിന് പോയി വിവരമറിഞ്ഞപ്പോൾ ഉപ്പ വല്ലാതെ വേദനിച്ചു. പേനയും കടലാസും എടുത്ത് ഉപ്പ എഴുതിയ ലെറ്റർ ഇന്ന് പള്ളി ദർസിലെ ഒരു കിതാബാണ്. തഫുത്തു എന്നറിയപ്പെടുന്നു. തഫുത്തു ഫുഅം ദകല്ലയ്യാമു ഫത്താ വതൻഹതു ജിസ്മക സാതു നഹ്താ. മോനോടുള്ള സംഭാഷണമാണ്. അർത്ഥത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സിഎമ്മിന്റെ കഥ പറയണം നമുക്ക്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ പാടിയിട്ട് പറയുന്നത് കാണാം. മോനെ അബൂബക്കറേ, അറാക തുഹിബ്ബു ഇർസൻ ദാത ഖിദിരി അബത്ത ത്വലാഖ ഹല്ലകി യാ സുബത്ത യുനാദികൽ മനൂനു യുനാദികൽ മനൂനു ദുആ സിദ്ഖി അലാ യാ സാഖി അൻത ഉരീദു അൻത തനാമു ദഹ്റ വൈഹക ഫീ ഗതീതി. മഹാനുകൾ പറയുന്നു, മോനെ അബൂബക്കറേ, ഇൽമു വിട്ടിനി എവിടേക്കാണ് പോയത്? ദുന്യാവിന് വേണ്ടിയല്ലേ പോയത്? അത് വലിയ അപകടമാണ് അബൂബക്കറേ. അറാക്ക, ഞാൻ നിന്നെ കാണുന്നത് തുഹിബ്ബൂനി, പ്രേമിച്ചിരിക്കുന്നു, ഇർസൻ, ഒരു പെണ്ണിനെ. ഏതാണ് ഈ പെണ്ണ്? ദാത ഖിദ്രി, അണിഞ്ഞൊരുങ്ങി പുരുഷന്മാരെ വഞ്ചിക്കാനിരിക്കുന്ന, അതാ വല്ലാത്ത ഭംഗി പുറത്ത് കാണിക്കുന്ന ആ പെണ്ണ്. ആ പെണ്ണിനെ നീ പ്രേമിച്ചല്ലോ അബൂബക്കറേ. ആ പെണ്ണ് ആരെന്നറിയുമോ? അബത്ത ത്വലാഖ ഹല്ലകി യാ സുബത്ത. അബത്ത ത്വലാഖഹ, അവളെ 3 ത്വലാഖ് ചൊല്ലി പിരിച്ചിരിക്കുന്നു. അല്ലഖിയാസ്, ബുദ്ധിമാനികൾ ബത്ത എന്ത് ത്വലാഖാണ് ചൊല്ലിയത്? അവർണ്ണനീയ രൂപത്തിൽ, അതാ ഒരു ബന്ധവുമില്ലാതെ വല്ലാത്ത വെറുപ്പിൽ 3 ത്വലാഖ് ചൊല്ലിയതായ ആ വഞ്ചകിയായ പെണ്ണ്, ആ പെണ്ണിനെ നീ കല്യാണം ചെയ്യുന്നോ, സ്നേഹിക്കുന്നോ അബൂബക്കറേ? ഇത് വലിയ അപകടമാണ് മോനെ. ഇൽമുള്ള അബൂബക്കർ, ചരിത്രത്തിൽ ഉസ്താദുമാര് പറയുന്നു, ആ ലെറ്റർ മുഴുവൻ വായിച്ചു തീർന്നതാ. അബൂബക്കർ വീണ് മരിച്ചുപോയി. വല്ലാത്ത ഖസീദയാണത്. പള്ളി ദർസിൽ ഓതണം. ഞാൻ പറഞ്ഞത്, ദുനിയാവ് ഒരു വഞ്ചകിയായ പെണ്ണാണ്. പണ്ടേക്കും പണ്ടേയുള്ളൊരു മണ്ടോത്തിയുടെ നടുവിന്ന്, അതെ, അതാ ദുനിയാവ്. പങ്കില്ല പൂവൻ മൈലത പാട്ടും പാടിയിട്ടാടുന്ന്. തുല്യതയില്ലാത്തൊരു പൂവൻ മയിലുണ്ട്. അതിങ്ങനെ നൃത്തം വെക്കുന്നു, പീലിയൊക്കെ വിരുത്തിയിട്ട് മനുഷ്യനെ വഞ്ചിക്കാൻ. അത് നഫ്സാണ്, മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ നഫ്സ് അമ്മാറയാണ്. അതാ മനുഷ്യനെ വഞ്ചിക്കുന്നു, ആത്മാവിനെ വഞ്ചിക്കാൻ നോക്കുന്നു. ആത്മാവും ശരീരവും തമ്മിൽ വളരെ വൈരുദ്ധ്യമായ ലോകമാണ്. അതാണ്, അതിനെ നന്നാക്കിയെടുക്കലാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആ വഴിയാണ് സൂഫി റൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കാമ നമുക്കറിയില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഞാനും നമ്മളാരും അതിൻ്റെ കമ്പൗണ്ടിലേക്ക് കയറിയില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ ജീവിതത്തിന് കഴിയില്ല അതുമായി ബന്ധപ്പെട്ടാൽ. ഈ തമാശക്കൊന്നും കഴിയില്ല. സിഎമൊക്കെ ജീവിച്ച ജീവിതം നോക്കിയാൽ ആശ്ചര്യപ്പെട്ടു പോകും. റബ്ബേ, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്? അതാ ബഹുമാനപ്പെട്ടവരെ നമ്മൾ പറഞ്ഞിട്ട് കാണാം. ചിങ്കപ്പയലെ പൂങ്കുയിലെ ചിന്തിക്കേണ്ടത് നീയല്ലോ. എന്തൊരു നല്ല വാക്ക് റബ്ബേ. ചിങ്കപ്പയലെ, ചിങ്കം എന്ന് പറഞ്ഞാൽ സിംഹം, അങ്ങനല്ലേ? പയൽ എന്നാ കുട്ടി, സിംഹക്കുട്ടി. മനുഷ്യാത്മാവിനെ പോലെ സ്റ്റേജുള്ള ഒരു സാധനമില്ല. നീ സിംഹക്കുട്ടിയാണെന്നത് നീ മറക്കരുത്. നീ പൂച്ചയുടെ പിടിയിൽ പെടരുതേ സിംഹമോനെ.
അവളുടെ വഞ്ചനയിൽ പെട്ടുപോകരുത്. നീ സിംഹക്കുട്ടിയാണ്. നിന്റെ ആത്മാവ് ലോകത്തെ കൈയടക്കാൻ പറ്റിയ സാധനമാണ്. ചിങ്കപ്പയലെ പൂങ്കുയിലെ ചിന്തിക്കേണ്ടത് നീയല്ലോ. പക്ഷേ എനിക്കിത് വേണമെന്ന് നീ ചിന്തിക്കണ്ടേ. എല്ലാ ഉപദേശത്തിന്റെ ലാസ്റ്റ് അതാ. ഞാൻ പറഞ്ഞത് ശരീരത്തിനെ മരട്ടി റബ്ബിലേക്ക് എത്തിക്കുക. ഇതായിരുന്നു സൂഫി ലോകത്തിന്റെ സ്വഭാവം. അതാണ് അവർ ആകെ അവരുടെ ജീവിതം മൊത്തം നോക്കിയാൽ കാണുക. ഇച്ചമസ്ഥാന പാട്ട് തന്നെ കാണും. ഉരുന്തിടടാ ചെരിപ്പുരുന്തിടടാ കാമച്ചെരിപ്പുരുന്തിടടാ. അതാ കാമച്ചെരിപ്പ്. നമ്മുടെ ലോകത്തോടുള്ള താല്പര്യം, പെണ്ണിനോടുള്ള താല്പര്യം, സമ്പത്തിനോടുള്ള താല്പര്യം, അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതിനോടുള്ള താല്പര്യം, അതിനീ വശമാക്കിയിരിക്കുന്നു. അത് ആ ചെരിപ്പൂരുന്തിടാതെ, ആ ചെരിപ്പൂരാതെ അള്ളാഹുവിന്റെ മുഖദ്ദസായ ഭാഗത്തേക്ക് കാലെടുത്ത വെക്കാൻ കഴിയില്ല. ഫഖ്ലഅന അലൈക് ഫഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഇതാണ് ഇച്ചമസ്താൻ പറയുന്നത്. നീ മഹത്തായ സമക്ഷത്തിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ, നീ വലിയാകണമെങ്കിലല്ല, റബ്ബിന്റെ മുമ്പിലേക്ക് കാല് വെക്കണമെങ്കിൽ തന്നെ നിന്റെ ഇച്ഛ നീ ഉരിവലിച്ചെറിയണം. ഉരുന്തിടടാ ചെരിപ്പുരുന്തിടടാ കാമച്ചെരിപ്പുരുന്തിടടാ. അതാണ് അവരുടെ കച്ചവടം. ഇച്ഛ പച്ചയിൽ കച്ചവടം ചെയ്തിട്ടില്ല. പക്ഷെ നരകത്തെ തീരെയും പേടിയില്ല, സ്വർഗത്തെ തീരെയും പൂതിയില്ല. ഉച്ച നേരമിൽ കാട്ടിടല്ലോ. അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ചെറിയ വാക്കല്ലാതെ അവര് പച്ചയിൽ ഇവിടെ കച്ചവടമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരെ പോലെ കച്ചവടം ചെയ്തവരില്ല. അവരുടെ കച്ചവടമാണ് യഥാർത്ഥ കച്ചവടം. ഈമാനും തഖ്വയുമാണ് ഏറ്റവും വലിയ കച്ചവടം. അതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തെ ലാക്കാക്കി ജീവിച്ചവരെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമാ റബിഹത് തിജാറതുഹും, അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭമില്ല. നമ്മളെ പറ്റിയാണ് പറഞ്ഞത്. പടച്ച റബ്ബ് നമ്മളെ നന്നാക്കട്ടെ. വലിയതല്ലേ. ഇച്ച പച്ചയിൽ കച്ചവടം ചെയ്തിട്ടില്ല, പക്ഷെ നരകത്തെ തീരെ സ്വർഗത്തെ തീരെയും പൂതിയില്ല. സ്വർഗത്തെ ആഗ്രഹിച്ചെല്ലാം വലി ചെയ്യേണ്ടത് റബ്ബിനെ പേടിച്ച് ചെയ്യണം. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്യണം. സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്നത് അത് പ്രതിഫലത്തിന് വേണ്ടി കൂലിക്ക് ചെയ്യുന്ന പണിയാണ്. എന്റെ റബ്ബ് എന്നെ പടച്ചവനാണ്. എന്റെ തൊട്ട് സെഡ് വരെ അവന്റെ കയ്യിലാണ്. എനിക്കൊന്നുമില്ല. അവൻ എന്നെ നരകത്തിലിടുമെന്ന് നഊദുബില്ല ഉറപ്പ് പറഞ്ഞാൽ തന്നെ ഞാൻ നിസ്കരിക്കാൻ ബാധ്യസ്ഥനാണ്, നോമ്പെടുക്കാൻ ബാധ്യസ്ഥനാണ്. ലഹൂലൻ നഅ്ബുദം മിൻ ഖൗഫി നാരി വലാ ശൗഖൻ ഇലാ മാ ഫിൽ ജിനാനി വലാകിൻ കാന റബ്ബൻ ദാ ജലാലി റബ്ബൻ ദാ ജമാലി ലഹുൽ ജിലാലു. അതാ മഹാനായ അബ്ദുല്ലാഹി ലാഫി തങ്ങൾ പറഞ്ഞത് കാണാം. സൂഫിയാക്കളുടെ മനസ്സ് നരകം പേടിച്ചിട്ടല്ല ഞങ്ങൾ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ദീനനുസരിച്ച് ജീവിക്കുന്നത്. വലാ ശൗഖൻ ഇലാ മാ ഫിൽ ജിനാനി, സ്വർഗത്തിലുള്ളത് ആഗ്രഹിച്ചുമല്ല. അതന്നെ മസ്താൻ പറഞ്ഞത്. നരകത്തെ തീരെയും പേടിയില്ല, സ്വർഗത്തെ തീരെയും പൂതിയില്ല. പിന്നെന്തിനാണ് ഇബാദത്ത്? വലാകിൻ കാന റബ്ബൻ ദാ ജലാലി റബ്ബൻ ദാ ജമാലി. പക്ഷേ ജമാലുള്ള റബ്ബാണ്. ലഹുൽ ജിലാലു, അവനെ ആദരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവനെ വല്ലാതെ പേടിയുണ്ട്. റബ്ബിനെ അറിഞ്ഞു. ഇതാണ് പടച്ചോൻ നാളെ നരകത്തിലാണ് നീ എന്ന് പറഞ്ഞു. ശാശ്വത നരകമാണെന്ന് പറഞ്ഞാലും റബ്ബിന്റെ മുമ്പിൽ വഴിപ്പെട്ട് ജീവിച്ചേ പറ്റൂ. ഇവനാണ് റബ്ബിന്റെ അബ്ദ്. മറ്റവൻ സ്വർഗത്തിന്റെ അബ്ദാണ്, നരകത്തിന്റെ അബ്ദാണ്. അതിനെ പേടിക്കുമ്പോൾ പാമ്പിനെയും പേടിക്കുന്നുണ്ട് നമ്മള്. പാമ്പിനെ പേടിക്കുന്നത് പാമ്പിനെ ആദരിച്ചത് കൊണ്ടല്ല, കടിക്കുമെന്ന പേടിയാണ്.
നരകത്തിലിടുമെന്ന നിലക്ക് അള്ളാഹുവിനെ പേടിച്ചാൽ ശിക്ഷിക്കുമെന്ന നിലക്ക് ഒരു ശിക്ഷിക്കുന്നവൻ എന്ന നിലക്ക, എന്നെ പടച്ചവൻ എന്ന നിലക്കല്ല. ഇത് പറയാനേ എനിക്ക് കഴിയൂ. അള്ളാഹു നമ്മളെ ആ മനസ്സിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അവർക്കാകെ ആഗ്രഹമുള്ളത് റബ്ബിനെ കാണൽ മാത്രമാണ്. വമാ മഖ്സൂദുഹും ജന്നാത്തി അദ്നി വലൽ ഹൂറൽ ഹിസാന വലൽ ഖിയാമ. മഹാനായ അബ്ദുറഹീമുൽ ബർഈ തങ്ങൾ പറഞ്ഞു, അവരുടെ ലക്ഷ്യമല്ല ജന്നാത്തി അദ്നിൻ ശാശ്വത സ്വർഗ്ഗമല്ല, വലൽ ഹൂറൽ ഹിസാന വലൽ ഖിയാമ, ഹൂറുൽ ഹിസാനും സ്വർഗ്ഗത്തെ ഹൂറുൽ ഹിസാനും തരുണീമണികളായ സ്ത്രീകളും വലൽ ഖിയാമ അതിലുള്ള മണിമാളികളുമല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് എന്താണ്? സിവാനളിരിൽ ജലീലി ഫദാമുനഹും ഫഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമാ. അല്ലാഹുമായി ബന്ധപ്പെടണം, ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതാണ് മഹാന്മാരുടെ മുഴുവൻ ലക്ഷ്യം. പടച്ച റബ്ബ് മനസ്സ് നമുക്ക് നൽകട്ടെ. അള്ളാഹു അവസാനത്തിലെങ്കിൽ റബ്ബിന്റെ ഇഷ്ക് തന്ന് അള്ളാഹു നമ്മൾ അവനിലേക്ക് പിടിക്കുമാറാകട്ടെ. ചെറിയ കാര്യമല്ലത്. ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹിയുടെ സ്വഭാവം ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അവൻ നഫ്സിനെ പാടേ മാറ്റി ശരീഅത്തിനെ വല്ലാതെ മുറുകെ പിടിച്ചുള്ള ജീവിതം. ഇങ്ങനെ ശരീഅത്തിൽ ഉറച്ചു നിന്നു. ആ ശരീഅത്ത് നല്ല പോലെ മുറുകെ പിടിച്ചിട്ട് പിന്നെ അവര് സഞ്ചരിക്കുന്നത് ത്വരീഖത്തിലൂടെയാണ് പിന്നെ അവരുടെ സഞ്ചാരമുള്ളത്. ശരീഅത്തിന്റെ അണു വിട്ടുകൊടുക്കാതെ ത്വരീഖത്ത് ഉൾക്കൊള്ളുക. എന്താ ത്വരീഖത്ത്? ത്വരീഖത്ത് എന്ന് പറയാൻ പോലും നമുക്കൊന്നും അവകാശമില്ല. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? وطريقة نخذ بأهوة كالورع وعزيمة كرياضة متبتلة. മഹാനായ മഖ്ദൂം തങ്ങൾ അദ്കയിൽ പറഞ്ഞു, എന്താ ത്വരീഖത്ത്? അഖ്ദും ബിഅഹ്വ, അഖ്ദും ബിഅഹ്വത, അഖ്ദും ബിഅഹ്വത, വളരെ സൂക്ഷ്മതയിലുള്ള ജീവിതം. സി.എം. വലിയുള്ളാഹിയുടെ ചരിത്രം വായിച്ചാൽ സുബ്ഹാനല്ലാഹ് എന്തൊരു സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു. അവിടുത്തെ കൂട്ടുകാരനായ അരീക്കാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ മരിച്ചുപോയി. എൻ്റെ ഒരു ചെറിയ ഉസ്താദാണ്. അവര് രണ്ടുപേരും ഒപ്പാണ് ബാഖിയാത്തിൽ പഠിച്ചത്. ബാഖിയാത്തിൽ പഠിക്കുമ്പോ മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള നിസ്കാരത്തിന് പഠനത്തിന് ദർസിൽ ഒന്നാം ദർസ് എന്ന് പറയും. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 മണി വരെ ഉറങ്ങുന്ന സാധാ ഉറങ്ങുന്ന ടൈം വരെയുള്ള രണ്ടാം ദർസ്. പിന്നെയും കിതാബ് ഓതുന്നവരുണ്ട്, അതിന് മൂന്നാം ദർസ് എന്ന് പറയും. മൂന്നാം ദർസിൽ അധിക കുട്ടികൾ ഉണ്ടാവില്ല, കഴിയില്ല. എന്നാൽ സി.എം. വലിയുള്ള അതിലൊരു മെമ്പറാണ്, അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതിലൊരു മെമ്പർ. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ 12 മണി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആളുകൾ കിതാബ് ഓതും. കിതാബ് ഓതുമ്പോ ഉറക്ക് വരും. ഉറക്ക് വരാതിരിക്കാൻ കട്ടൻ ചായ വേണം. സൗകര്യങ്ങളൊന്നും കോളേജിലൊന്നും ഇല്ല, അതിനുള്ള കഴിവില്ല. അപ്പൊ അപ്പുറത്ത് വേലൂര് ബാഖിയാത്ത് സ്വാലിയാത്തിന് അപ്പുറത്ത് CMC ഹോസ്പിറ്റലിന്റെ അരികിൽ എപ്പോഴും ചായ കിട്ടും. നേരം വെളുക്കോളം അവിടെ ആളുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ പോയി കട്ടൻ ചായ കൊണ്ടുവന്നിട്ട് കുടിക്കും. അതിനാരാണ് കട്ടൻ ചായ കൊണ്ടുവരിക? ഇതിന് നറുക്കിടും. നറുക്കിട്ട് ആർക്കാണോ നറുക്ക് വന്നതെങ്കിൽ അയാളെ കാശാണ് കട്ടൻ ചായക്ക് ചെലവഴിക്കുക, അയാൾ കട്ടൻ ചായ കൊണ്ടുവരണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയുന്നു, ഞങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യും. അങ്ങനെ ചായ കൊണ്ടുവരും. സി.എം. ഞങ്ങളെ കൂടെ ഓതാനുണ്ട്, 2 മണി വരെ 3 മണി വരെയൊക്കെ ഓതാനുണ്ട്, നല്ലപോലെ പഠിക്കാനുണ്ട്. പക്ഷേ കട്ടൻ ചായ കൊടുക്കുമ്പം സി.എം. അത് കുടിക്കാറില്ല. പൂർണ്ണ പൊരുത്തം ഏതായാലും ആ ഞാൻ കുടുങ്ങിയെന്നാളാ പറയല്, നിറക്ക് എനിക്ക് കുടുങ്ങിയെന്നാ പറയല്. പൂർണ്ണ പൊരുത്തം ഉണ്ടാവൂല. ഈ ഒറ്റ കാരണത്താൽ കുടിക്കാറില്ല. അതാണ് സൂക്ഷ്മത. കൊണ്ടെന്ന ആള് കൊടുക്കുകയുള്ളോ, കുടിച്ചോളിയാറിട്ട്. അപ്പൊ പൊരുത്തണ്ടാകാം, പക്ഷെ എന്നാലും കുടുങ്ങിയതാണ് ഞാൻ, നറുക്ക് എനിക്ക് കുടുങ്ങിപ്പോയി എന്നൊരു ചിന്ത അയാൾക്കുണ്ടാകും. ഇതുകൊണ്ട് തന്നെ സൂക്ഷ്മതക്കെതിരാണ്. കുടിക്കാം, പക്ഷെ സൂക്ഷ്മതക്കെതിരാണ്. അതുകൊണ്ട് കുടിക്കാറില്ല. എന്തൊരു സൂക്ഷ്മത! അതിന്റെ ഭാഗമാണ് അദബ്. അദബ് നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമുള്ള ഒരു കേസാണ്. ഓരോന്നിനോടും അതിനനുസരിച്ചുള്ള ചിട്ട,
അദബ്. ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദ് പറഞ്ഞു, CM-ന്റെ കൂടെ ഒരു സ്റ്റേജിലേക്ക് വാളിന് കയറുകയാണ്. അങ്ങനെ CM ആണ് മുന്നിലുള്ളത്. അവിടെ ഒരു ടേബിളുണ്ട്, അതിന്റെ മുകളിൽ ഒരു മുസല്ലയുണ്ട്. CM വലിയുള്ളാഹി 2 പടി കയറി, 3-ാം പടി ഇങ്ങോട്ട് കയറിയിട്ട് സ്റ്റേജിലേക്ക് കയറുന്നില്ല. മുഖവർണ്ണം വ്യത്യാസപ്പെട്ടു, ദേഷ്യം പിടിച്ചു. അതെടുത്ത് മാറ്റ് എന്ന് പ്രവർത്തകരോട് പറഞ്ഞു. ഏതാ എടുത്ത് മാറ്റാൻ പറയുന്നത്? ടേബിളിന്റെ മുകളിലുള്ള മുസല്ല. എന്ത്? നിനക്ക് അത് അവിടെ നിന്റെ ടേബിളിൽ വിരിക്കാനുള്ളതല്ല, അത് ആദരിക്കപ്പെടേണ്ടതാണ്. ഏതാണ് ഈ മുസല്ല? മദീന റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിലുള്ള ഖുബ്ബത്തു ഷരീഫിന്റെ ചിത്രമുള്ള മുസല്ല. അത് ടേബിളിൽ ഇടാൻ പാടില്ല. അത് നിസ്കരിക്കുമ്പോ അതിന്റെ മുകളിൽ നിൽക്കാൻ പാടില്ല. മുത്തുനബിയുടെ പച്ചക്കുബ്ബന്റെ ചിത്രത്തിനെ ചവിട്ടുന്നത് തെറ്റാണ്. അത് സൂക്ഷ്മതക്കെതിരാണ്. ചിത്രത്തിന് ബഹുമാനമുണ്ട്. അള്ളാഹു ആദരിച്ച സാധനങ്ങളുടെ ചിത്രത്തിന് ബഹുമാനമുണ്ട്. ഇസ്ലാമിന്റെ അധ്യാപനമാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ ചിത്രം, മുത്ത് റസൂലുള്ളാഹിന്റെ നഅൽ ഷരീഫിന്റെ ചിത്രം, അവിടുത്തെ ചെരുപ്പിന്റെ ചിത്രം, മുത്ത് റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ ചിത്രവും ഖുബ്ബത്ത് ഷരീഫിന്റെ ചിത്രവും, അതിനൊക്കെ വലിയ ബഹുമാനമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്ന ആയത മുൽക്കിഹി. എങ്ങനെയാണ് ഉസ്താദേ ആയത്ത്? അയ്യതിയകും താബൂത്തുമല്ലേ ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വ ആലു ഹാറൂൻ തഹ്മിലുഹുൽ മലായിക. താലൂത്ത് രാജാവിനിക്ക് അല്ലാഹു തആല മുൽക്ക് കൊടുത്തു എന്നതിന് തെളിവായി പറഞ്ഞത് ഒരു പെട്ടി വരുന്ന. എന്താ പെട്ടിയിലുള്ളത്? ഫീഹി സകീനത്തുൻ, സമാധാന സാധനങ്ങൾ. ഏതാ സമാധാന സാധനം? ജലാലീനി മറ്റു തഫ്സീറിന്റെ കിതാബും ജമലൊക്കെ എടുത്ത് നോക്ക്. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ബഖിയത്തുകൾ അവർ ഉപയോഗിച്ച അവരുടെ ശേഷിപ്പുകൾ, വടി, ചെരുപ്പ്, അമ്പിയാക്കന്മാരുടെ വീടിന്റെ ചിത്രം. വീടിന്റെ ചിത്രത്തിന്, മഹാന്മാര് താമസിക്കുന്ന വീടിന്റെ ചിത്രം, അത് സക്കീനത്താണ്, സമാധാന മാർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ CM വലിയുള്ളാഹി അത് ഉൾക്കൊണ്ട അദബുള്ള, ചിട്ടയുള്ള, സൂക്ഷ്മതയുള്ള മഹാനായതുകൊണ്ട് കേറുമ്പോ ഈ ടേബിളും അത് കണ്ടപ്പോ അത് എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ട് എടുത്തു മാറ്റുന്നവരെ അവിടെ നിന്നു. അത് എടുത്ത് അത് മടക്കി അത് ബഹുമാനത്തോടെ അങ്ങ് വെച്ചതിന് ശേഷമാണ് CM ആ സ്റ്റേജിലേക്ക് കയറിയതെന്ന് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ വല്ലാത്ത സൂക്ഷ്മതയുള്ള ജീവിതം മാത്രമല്ല, അസീമത്ത്, നമ്മൾക്ക് തൊടാൻ കഴിയാത്ത ലോകമാണ് അസീമത്ത്. ഇന്നിപ്പോ ത്വരീഖത്തിന്റെ രംഗത്ത് എത്ര ആളുകളാണ്! ഇഷ്ടം പോലെ മുറബികൾ, ഇഷ്ടം പോലെ ത്വരീഖത്തിന്റെ പേര് പറഞ്ഞിട്ട് വല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടി ദീനിനെ വിറ്റ് കളയുന്ന വിഭാഗം ത്വരീഖത്തിന്റെ പേരും മുറബിന്റെ പേരും തെർബിയത്തിന്റെ പേരും പറഞ്ഞ് അള്ളാഹുവിന്റെ ദീന് പടേ നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹിന്റെ ദീനിനെ പറ്റി അവർക്കൊന്നും അറിയില്ല. അസീമത്ത് എന്ന ലോകം അവർക്കറിയില്ല. ഉറച്ച തീരുമാനം എന്നാണ് അസീമത്ത് എന്ന് പറഞ്ഞാൽ. എന്താ ഉറച്ച തീരുമാനം? ഹറാം ഒഴിവാക്കാൻ ഉറച്ച തീരുമാനം, കറാഹത്ത് ഒഴിവാക്കാൻ ഉറച്ച തീരുമാനം അല്ല. അത് ശരീഅത്തിന്റെ ഭാഗമാണ്, അതല്ല ത്വരീഖത്ത്. ഹറാം ഒഴിവാക്കുക, കൽപ്പിച്ചതെടുക്കുക, അത് ശരീഅത്താണ്. അത് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു, അത് എല്ലാവർക്കും വേണം. ത്വരീഖത്ത് അതല്ല. അസീമത്ത് നഫ്സിനെ മരട്ടുന്നതായ ചില തീരുമാനങ്ങളാണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ജീവിതം മൊത്തം അങ്ങനെയാണ്. ത്വരീഖത്തിലേക്ക് കടക്കുന്നത് സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ കണ്ണൂർ അവരിലൂടെയും ബഹുമാനപ്പെട്ട കവരത്തിൽ കഴിഞ്ഞു പോയ ചെറുകോയ പാപ്പാന്റെ ത്വരീഖ് റിഫായി ത്വരീഖിലൂടെയും അതുപോലെ തന്നെ ഹാമിദ് കോയ തങ്ങളുടെ ഖാദിരി ത്വരീഖിലൂടെയും ബഹുമാനപ്പെട്ട നണ്ടാടി അബൂബക്കർ ഉപ്പപ്പന്റെ ഖാദിരി ത്വരീഖിലൂടെയും ഒക്കെ ശരീരത്തെ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവന്നു. അവസാനമായി ബഹുമാനപ്പെട്ട സയ്യിദി
ബടുക്കൽ മുഹീദ്ദീൻ സാഹിബ് അൻ-നഖ്ശബന്ദി വലിയ മഹാനായിരുന്നു. അവരെ അരികിലെത്തിപ്പെടുന്നു. മുഹീദ്ദീൻ സാഹിബ് നഖ്ശബന്ദി എന്ന് പറയുന്നവർ അല്ലാഹുവിന്റെ അബ്ദാലിങ്ങളായ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. മഹാനവറുകളുമായി ആദ്യമായി കണ്ടു. 2 ദിവസം അവിടത്തെ കൂടെ നിൽക്കുകയാണ്. 2 ദിവസം അവിടത്തെ കൂടെ നിന്നിട്ട് അതാ പിന്നെ ആദ്യം കണ്ടപ്പോൾ 2 ദിവസം കൂടെ നിന്നു. പിന്നെ ചെന്നിട്ട് 8 ദിവസം നിന്നു. പിന്നെ ചെന്നിട്ട് 10 മാസം നിന്നു. പിന്നെ അതാ സിയമു ചെല്ലുന്നത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ സാഹിബ് തങ്ങളുടെ യഥാർത്ഥ മുരീദായി കീഴൊതുങ്ങിയാണ്. പിന്നെ അതാ 8 വർഷം അതാ ബടുക്കലുപ്പാപ്പാന്റെ അരികിൽ നിൽക്കുന്ന ഒരു വീട്ടിലാണ്. എന്താണ് ഈ 8 വർഷം? ആ 8 വർഷം അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീട് മാറിയിട്ട് അവിടുന്ന് 5 വർഷം, അവിടുന്ന് മറ്റൊരു വീട് മാറിയിട്ട് 1.5 വർഷം. എത്ര കാലമായി ഇതിലൊക്കെ നടക്കുന്നത്? എന്താണ്? ബഹുമാനപ്പെട്ടവര് 3 വർഷം തുടരെ നോമ്പിലാണ്. സമൂഹവാജിറഹും قامودياجيرهم في حضرة القدس صاروا قوم ذي الشان. സൂഫിയാക്കളുടെ ത്വരീഖതാണ് സമൂഹവാജിറഹും. അവരുടെ വലിയ ദാഹമുള്ള നട്ടുച്ചകളിൽ അവർ നോമ്പുകാരാണ്. 3 വർഷമാണ് നോമ്പ് നോൽക്കുന്നത്. പെരുന്നാളിന്റെ ദിവസമല്ലാത്ത അയ്യാമു തശ്രീഖിന്റെയും പെരുന്നാളിന്റെ ദിവസം ഒഴിച്ച് അഥവാ 5 ദിവസം ഒഴിച്ച് ഒരു 3 വർഷം പൂർണ്ണമായി നോമ്പ്. ഇതാണ് നഫ്സിനെ മരട്ടുക എന്ന് പറയുന്നത്. നിർബന്ധമൊന്നുമില്ല, അത് ത്വരീഖിന്റെ അമലാണ്. ഇതിന്റെ ഇടയിൽ എന്താ ഭക്ഷണം? നമ്മളൊരു പക്ഷേ 96 നോമ്പ് നോൽക്കുന്നവരുണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. ചിലർ ഇല്ല എന്ന് പറയാറുണ്ട്. 96 നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കാണാൻ കഴിയില്ല, ഇസ്ലാമിലുണ്ട്. റജബ് മാസം നോമ്പിന് പറ്റിയതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് ഇമാം നബവിയൊക്കെ എഴുതിയിട്ടുണ്ട്, റൗളയിലൊക്കെ കാണും. അതുപോലെ തന്നെ ശഅബാനിലും പിന്നെ റമളാൻ 30-ഉം പിന്നെ 6 നോമ്പ് നോറ്റാൽ അതൊരു വർഷത്തെ നോമ്പിനോട് തുല്യ. റമളാൻ നോമ്പും 6 നോമ്പും കൂടെ നോറ്റാൽ ഒരു വർഷത്തെ തുല്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതല്ലേ 96? അപ്പോൾ 96 നോമ്പ് ഇസ്ലാമിലുണ്ട്. പക്ഷേ നമ്മളെ 96ന്റെ അവസ്ഥ എന്താ? നോമ്പ് മോശാക്കല്ല ഞാൻ. അത് നല്ലപോലെ അത്തായം കഴിച്ച് നല്ലപോലെ നോമ്പ് തുറന്നു. നോമ്പ് തുറന്നാൽ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ സിയം വലിയുള്ളാഹിയുടെ നോമ്പിന്റെ ഭക്ഷണം എന്താ? ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കും. ഒരു കാരക്ക അത്തായത്തിന് കഴിക്കും, ഒരൊറ്റ കാരക്ക. ചിലപ്പോൾ ഒരു മുറുക്ക് വെള്ളം അത്തായത്തിന്, ഒരു മുറുക്ക് വെള്ളം നോമ്പ് തുറക്കാൻ. ചിലപ്പോൾ ഏറിപ്പോയാൽ ഒരു എളിയ നെയ്സ് പത്തിരി നോമ്പ് തുറക്കാൻ. അതേ നെയ്സ് പത്തിരി നോമ്പ് അത്തായത്തിന്. ആർക്കങ്ങനെ കഴിയ? അങ്ങനെയാണ് 3 വർഷം. ഒരു വർഷം സിയം വലിയുള്ളാഹി ഒരു ഗ്ലാസ് പാല് മാത്രമാണ് 24 മണിക്കൂറിന്റെ ഇടയിൽ കുടിച്ചിരുന്നത്. അങ്ങനെ ഒരു വർഷം ഫുൾ. വലത്തൊരു പാപ്പ അവിടുത്തെ വലിയ ഖാദിമായിരുന്നു. പാപ്പനോട് പറഞ്ഞതാ, ഒരു വർഷം ഫുൾ ഒരു ദിവസം ഒരു ഗ്ലാസ് പാല്. ആർക്ക് കഴിയും അങ്ങനെ ജീവിക്കാൻ? ഇങ്ങനെ നഫ്സിനെങ്ങട്ട് മരട്ടി അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു. ജീലാനി നിങ്ങൾ പറഞ്ഞു, ഇതല്ലേ ഖാദിരി ത്വരീഖത്തിന്റെ ഹഖീഖിയായ യഥാർത്ഥ രൂപം. ജീലാനി നിങ്ങൾ പറഞ്ഞു, റിജാലി ഫി ഹവാജിരിഹിം സിയാമു വഫി ളുലമിൽ ലയാലി കല്ലാലി. അവിടുത്തെ ഹംദിയിൽ പറഞ്ഞു, റിജാലി എന്റെ മക്കൾ, ഖാദിരിയ മക്കൾ. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി ഖാദിരി മോന, റിഫായി മക്കളിൽപ്പെട്ടവരാണ്, നഖ്ശബന്ദി മക്കളിൽപ്പെട്ടവരാണ്. അത് ആദ്യകാലത്തിട്ടോ ഈ ത്വരീഖത്തുകൾ ഇങ്ങനെ. പിന്നെ ലാസ്റ്റ് എല്ലാ ത്വരീഖത്തിന്റെ ശൈഖാണ് സിയം വലിയുള്ളാഹി. ഒരു ത്വരീഖത്തും ബാക്കിയില്ല. അവിടുത്തെ കാലത്ത് അന്നറിയപ്പെട്ടിരുന്ന മഹാന്മാരുടെ മുഴുവനും ഷെയ്ഖുമാണ് സിയം വലിയുള്ളാഹി. ഇതൊക്കെ തുറന്ന് സിയം എന്നെ പറഞ്ഞതാ. തൊട്ടു മുമ്പ് പറഞ്ഞ ബടുക്കൽ മുഹീദ്ദീൻ സാഹിബ് വലിയ മഹാനാണ്, വലിയ കറാമത്തുള്ളവരാണ്. വൈലത്തൂർ പാപ്പാനോട് പറഞ്ഞു, മുഹീദ്ദീൻ
ശംസുൽ ഉലമയെ അറിയുമോ? പണ്ഡിതന്മാരെ കൂട്ടത്തിൽ വല്ലാതെ ആഴമുള്ള ഇൽമുള്ളവരായിരുന്നു മഹാനായ ശംസുൽ ഉലമ. CM-ന്റെ ഉസ്താദുമാണ്. അതാണ് ആ പറയുന്നത്, ശംസുൽ ഉലമയെ അറിയുമോ? അറിയും. വൈലത്തൂർ പാപ്പ പറഞ്ഞു. എന്നാൽ 100 ശംസുൽ ഉലമ ഒത്താലും ഒരു മുഹ്യിദ്ദീൻ സാഹിബാവുകയില്ല. അപ്പോ ശംസുൽ ഉലമയുടെ അറിവ് മുഹ്യിദ്ദീൻ സാഹിബിന്റെ അറിവ് നോക്കിയാൽ 100-1 ആരാണ് ശംസുൽ ഉലമ? അറിവിന്റെ രംഗത്ത് വലിയ ആഴമുള്ളവരാണ്. അത് കൂട്ടിച്ചേർത്താണ് പറയുന്നത്. ശംസുൽ ഉലമക്ക് അതുകൊണ്ട് യാതൊരു കുറവുമില്ല. പക്ഷെ മുഹ്യിദ്ദീൻ സാഹിബ് എവിടെയോ എത്തുന്നു. ശംസുൽ ഉലമയുടെ 100 ഇരട്ടിയുണ്ട് മുഹ്യിദ്ദീൻ സാഹിബ്. ഇത് പറഞ്ഞതിന് ശേഷം CM വലിയുള്ള പറഞ്ഞ വാക്ക്, അതാണ് എന്റെ വിഷയം. എങ്കിലും സംഭവം അങ്ങനെയാണെങ്കിലും എന്റെ മശായിഖ് മുഴുവനും മരിക്കുമ്പോൾ ഞാൻ അവരെക്കാൾ മുകളിലാണ്. എവിടെത്തി? മുഹ്യിദ്ദീൻ സാഹിബിന്റെയും മുകളിലാണ്. മുഹ്യിദ്ദീൻ സാഹിബ് മരിക്കുന്ന ടൈമിൽ ഞാൻ എന്നാണ് പറഞ്ഞത്. വടകര മുഹമ്മദ് ഹാജിപ്പാപ്പ അള്ളാഹു അവിടുത്തെ ദറജേറ്റി കൊടുക്കട്ടെ. വലിയ മർത്തബ എത്തിച്ച വലിയായിരുന്നു, വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ മുരീദ്, അവിടുത്തെ ശിഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ വടകര ഓറോട് ചോദിച്ചു, ഷെയ്ഖുനാനൊന്ന് കാണാൻ പോകട്ടെ, CM വലിയുള്ളാനൊന്ന് കാണാൻ പോകട്ടെ. ഷെയ്ഖുനാന്ന് അവരൊക്കെ പറയാം. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രായമായാളാ. ഞാൻ ഷെയ്ഖുനാനൊന്ന് കാണാൻ പോട്ടെ. വടകര ഓറ മുരീദ, അവിടുത്തെ എല്ലാ ഇഷാറത്തനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. 100 കണക്കിന് കറാമത്തുകൾ വടകര ഓറിൽ നിന്ന് അനുഭവിച്ച വ്യക്തിയാണ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ വടകര ഓറോട് ചോദിച്ചു, ഞാൻ ഷെയ്ഖുനാനൊന്ന് കാണാൻ പോകും. തന്റെ ഷെയ്ഖിനോട് സമ്മതമില്ലാതെ ഒരു വലിയനെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് മഹാനായ ഇമാം അഹ്മദ് ദിർദീർ തങ്ങൾ അവിടുത്തെ ഖരീദത്തുൽ ബഹിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ സാവി തങ്ങൾ പറയുന്നു, ഹയ്യൻ ഔ മയ്യിതൻ, അത് ഖബർ സിയാറത്തിനാലും പോകാൻ പാടില്ല ഷെയ്ഖിന്റെ സമ്മതമില്ലാതെ. അങ്ങനെയാണ്. അത് ഹറാമൊന്നുമില്ല പോകല്, അതവല്ല എന്നർത്ഥം. സമ്മതമില്ലാതെ പോയിട്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അത് സൂല്ലതമാണ്, ത്വരീഖിനോടെതിരാണ്. സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ചപ്പോ പറഞ്ഞത്, അയാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞ ഇവിടെ പറയണ്ട, അയാൾ അഥവാ CM വലിയുല്ലാഹി. ചില നാട്ടിൽ താഴ്ത്തിക്കൊണ്ടുള്ള പ്രയോഗത്തിൽ അയാൾ എന്ന് പറയാറുണ്ട്. ഇവിടെ അങ്ങനെ ഇവിടെ താഴ്ത്തി, അതാ പറഞ്ഞത്. ഞങ്ങളെ നാട്ടിൽ താഴ്ത്തിയിട്ടല്ല, ബഹുമാനത്തിലും പറയും അയാൾ, അദ്ദേഹം എന്ന അർത്ഥത്തിലാണ്. CM വലിയുല്ലാഹി ഇന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ എന്റെ ബാക്കിയുള്ള ചായ കുടിക്കാൻ വന്നിരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന സ്ഥലത്ത് നിന്ന് നിൽക്കണ കാലത്ത് എന്റെ മുരീദായി ജീവിച്ചവരാണെന്നർത്ഥം. ബാക്കിയുള്ള ചായ കുടിക്കുന്ന അവരൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥതാ ഓല ചായ ഒക്കെ അതാ. എന്റെ ബാക്കിയുള്ള ചായ കുടിക്കാൻ വന്നിരുന്ന ആളാണ് ആര്? CM വലിയുല്ലാഹി. അതുകൊണ്ട് നീ പോകണ്ട എന്നല്ല പറഞ്ഞത്, ചായ കുടിക്കാൻ വന്നിരുന്ന ആളാണ്. എന്നിട്ട് മൂപ്പര് നിർത്തിയ സംസാരം. ഇനി ബാക്കി വിവരം അറിയാൻ പൊയ്ക്കോ എന്നർത്ഥം. ബാക്കി വിവരം അറിയാന്ന് കൂട്ടിച്ചേർത്തിട്ടില്ല, അത് നമുക്ക് വായിക്കാം. ഇനി ഇതിന്റെ ബാക്കി അറിയാൻ പൊയ്ക്കോ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ പോയിക്കോ, എന്റെ ചായ കുടിക്കാൻ വന്നിരുന്ന ആളാണ്, പോണ്ട എന്നല്ല പറഞ്ഞത്. പോകേണ്ട ആളാണ്, എന്റെ ചായ കുടിച്ച ആളാണ് തുടക്കത്തിൽ. ഇനി ബാക്കി അവിടെ ചെന്നാ കിട്ടും എന്നർത്ഥം. ചെന്നു CM വലിയുള്ളാന്റെ അടുത്ത് പോയവർ ഈ കൂട്ടത്തിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം. ഒരക്ഷരം നമ്മൾ അങ്ങോട്ട് പറയണ്ട, മുഴുവൻ ഇങ്ങോട്ട് പറയും. നമ്മുടെ മുഴുവൻ വിവരവും ആലമിന്റെ മുഴുവൻ വിവരവും അവിടെ തരികിലുണ്ട്. അങ്ങനത്തെ ഒരാളെ അടുത്ത കാലം കണ്ടിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. എന്നോട് ഇദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങ് ചെന്നു, അടുത്തെത്തിയപ്പോൾ അസ്സലാമു അലൈക്കും, വെറും സലാം പറഞ്ഞിട്ടുള്ളൂ. വഅലൈക്കുമുസ്സലാം. മമ്മദാജി തങ്ങൾ അന്ന് ഞാൻ അവരുടെ മുരീദായിരുന്നു, ഇന്ന് അവർ എന്റെ മുരീദാണ്. അങ്ങനെയുണ്ട്. അപ്പൊ ഈ വിവരം അറിയാൻ നീ അവിടെ ചെന്നോ എന്നാ പറയുന്നത്. പോകേണ്ട ആളാണ്, എന്റെ മുരീദായിരുന്നു ആദ്യകാലത്ത്, ഇന്ന് ഞാൻ അവരുടെ കീഴിലാണ്. ഖലായിദുൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ അല്ലാമ താദഫി ഉദ്ധരിക്കുന്നത് കാണാം. ജിലാനി തങ്ങളെ ചെറുപ്പക്കാരനാകുമ്പോ
അവിടുത്തെ ഷെയ്ഖ് അഹമ്മദ് ഉദ്ദബ്ബാസ് തങ്ങളുമായുള്ള ബന്ധം പറയുന്നു, അഹമ്മദ് ഉദ്ദബ്ബാസിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് ത്വരീഖിലേക്ക് കടത്തി ജീലാനി തങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു. അഹമ്മദ് ഉദ്ദബ്ബാസ് വളർത്താൻ വേണ്ടി ആദ്യമായി ഏറ്റെടുത്ത് കൈകൊടുത്ത ദിവസം പറഞ്ഞ വാക്ക്, മോനെ, ഇന്ന് ഞാൻ നിന്റെ ഷെയ്ഖാണ്, ഇന്ന് ഞാൻ നിന്നെ പടികേറ്റി കൊണ്ടുപോകുന്ന ആളാണെങ്കിലും ഇദാ ഉല്ലീത്ത് ഫർഹം ബിഹാദിഹിൽ ലിഹിയാ, നീ എൻ്റെ മേൽ അധികാരമേൽപ്പിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്, നീ എൻ്റെ ഷെയ്ഖാകുന്ന ഒരു കാലമുണ്ട്. അന്ന് ഈ പാവപ്പെട്ടവനെ സസ്പെൻഡ് ചെയ്യരുത് മോനെ. നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായൻ അവർക്കാനു വാദം കൊടുത്തോവർ. വലിയ സ്റ്റേജിലെത്തി എന്നെ നീ ഭരിക്കുന്നൊരു കാലമുണ്ട് ജീലാനി അബ്ദുൽ ഖാദിറേ. അന്ന് എന്തെങ്കിലും ത്വരീഖത്തിന്റെ പേരിൽ, ഹഖീഖത്തിന്റെ പേരിൽ ഒരു ചെറിയ എന്തെങ്കിലും അപാകത പറ്റിയാൽ ശരിയത്തല്ല. അപാകത പറ്റിയാൽ വിലായത്ത് ഊരിക്കളയാൻ സാധ്യതയുണ്ട്. അതിനുള്ള അധികാരം നിനക്കുണ്ടാവും. ആ ടൈമിൽ ഫർഹം ബിഹാദിഹിൽ ലിഹിയാ, എന്നോട് കരുണ കാണിക്കണം. നിന്നെ വളർത്തിയ ഉസ്താദ് എന്ന നിലക്ക്, ഷെയ്ഖ് എന്ന നിലക്ക് എന്നെ സസ്പെൻഡ് ചെയ്യരുത് അബ്ദുൽ ഖാദിറേ. ഇതാണ് ഇവിടെ നടന്നത്. തന്നെ വളർത്തിയ ഷെയ്ഖന്മാർക്ക് മുഴുവനും ഷെയ്ഖായാണ് CM ഇവിടുന്ന് വഫാത്തായത്. അല്ലാഹുവേ, അവിടുത്തെ മർത്തബ ഏതാ അവിടുത്തെ മർത്തബ? അപ്പോ വളരെ പ്രയാസപ്പെട്ട റിയാലകൾ, എത്രയോ വർഷങ്ങൾ മനുഷ്യരോട് സംസാരിക്കാൻ പാടില്ല എന്ന് നിയമം വെച്ചു. 7 വർഷത്തെ ഒരു മനുഷ്യനോട് മിണ്ടിയിട്ടില്ല. മുഹ്യിദ്ദീൻ സാഹിബിനോടും സംസാരിച്ചിട്ടില്ല. ഒരു തിണ്ണയിൽ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ സാഹിബ് തങ്ങൾ ഒന്നിൽ മൂപ്പന്റെ വീട്ടിൽ ലാസ്റ്റ് കിടന്നിരുന്ന മൂപ്പനല്ല, കോഴിക്കോട് വേറൊരു മൂപ്പുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അവിടെ CM വരുന്നു. എന്നിട്ട് എന്താ, ഭക്ഷണം ഇല്ല, ഒന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ ദിവസങ്ങളൊക്കെ കൂടുമ്പോ ഒരു ആപ്പിൾ പഴം എടുത്തിട്ട് CM-ന് അങ്ങനെ ഇട്ട് കൊടുക്കും. റിയാള ചെയ്ത് നെഫ്സിനെ മരട്ടുകയാണ്. ഒരു പക്ഷേ ഇതിൽ ചിത്രം കണ്ടവരുണ്ടാവും. CM മെലിഞ്ഞൊട്ടിക്കൊണ്ടുള്ള ഒരു രംഗം, അത് ഈ റിയാളയുടെ കാലമാണ്. ചൂളയിൽ വെച്ച് ഉരുക്കിയെടുക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ. അങ്ങനെ പിന്നെ എന്താ പരിപാടി? ഒരു മനുഷ്യനോട് മിണ്ടാൻ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല. അന്ന് ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞു, CM അവരിലേക്കൊന്നും നോക്കൂല. എന്താ ചെയ്യുന്നത്? പിന്നെന്താ പരിപാടി? രാത്രിയായാൽ നിസ്കരിക്കുക, ഖുർആൻ ഓതുക. പകലായാൽ നിസ്കരിക്കുക, ഖുർആൻ ഓതുക. വേറെ ഒരു പരിപാടിയില്ല. ഒരു ദിവസം 1000 റക്അത്തൊക്കെ നിസ്കരിക്കും CM വലിയുല്ലാഹി. ആർക്ക് കഴിയും? ജീലാനി തങ്ങളെ ചരിത്രത്തിൽ കാണാം അങ്ങനെ നിസ്കരിച്ചത്. പല മഹാന്മാരുടെ ചരിത്രത്തിലും കാണാം. ആർക്ക് കഴിയും ഇങ്ങനെ? താലി കലാമി ഹബീബിഹിം തജല്ലാലഹും കാനൂ കഹൈമാനി വസ്സഹ്റു ലദ്ദതുഹും. അവർക്ക് വലിയ ആനന്ദമാണ് ഉറക്കൊഴിക്കല്. ഉറങ്ങാന്നുള്ളവർക്ക് മനസ്സിലാവൂല എന്നാ സൂഫിയാക്കൾ. മനസ്സിലാവൂല. രാത്രിയായാൽ അസ്തമിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ. നമ്മൾ അസ്തമിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താ? ഉറങ്ങാന്. സുബ്ഹാനല്ലാഹ്. അസ്തമിച്ചാൽ അവർക്ക് വല്ലാത്ത ആനന്ദമാണ്. ലൗലല്ലയാലി ലമാ അശുവ ഖാലു ആയാ ലൈത സമാന ജമീ അഹൂബി ലൈലാത്തി. നഫീസത്തുൽ മിസ്രിയ പറഞ്ഞു, റാബിയ പറഞ്ഞു, മഹദിമാരും മഹാന്മാരും മുഴുവനും പറഞ്ഞു, രാത്രിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല. കാലം മുഴുവനും രാത്രിയായിരുന്നെങ്കിൽ. ഒരു ആശിഖിന്റെ വാക്ക് കാണാം, ഒരു ആലങ്കാരിക പ്രയോഗമാണ്. പൂവങ്കോഴി നീ കൂകല്ല,
പൂങ്കോഴി കൂകുമ്പോൾ സുബഹിയായി എന്ന വിവരമറിയും. നേരം വെളുക്കുന്നു എന്ന് കേൾക്കുന്നത് ഇഷ്ടമില്ല. പൂവങ്കോഴി, നീ മിണ്ടാതെ നിൽക്ക്, നീ കൂവല്ല. പകലാകുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അള്ളാഹുമായുള്ള കണക്ഷൻ വല്ലാതെ അനുഭവിക്കുന്ന ടൈമാണ് രാത്രി. അള്ളാഹുവിന്റെ മഹ്ബൂബല്ലാത്തവൻ അള്ളാഹു ഉറക്കിക്കളയുന്ന ടൈമുമാണ് രാത്രി. നമ്മളൊക്കെ അങ്ങനെയാണ്. പടച്ചവന്റെ ഇഷ്ക് നമ്മുടെ ഹൃദയത്തിലില്ല, നാവിലേ ഉള്ളൂ. ആ ഇഷ്കുള്ളവനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങിയാൽ തന്നെ അല്പ ടൈം. സഹീൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, മുത്തുനബി ഉറങ്ങുന്നത് സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കൈ ഇങ്ങനെ വെച്ചേ ഉറങ്ങൂ, ഒരു നീണ്ട ഉറക്കില്ല. അല്പം ഉറങ്ങും, എഴുന്നേൽക്കും, നിസ്കരിക്കും. അല്പം ഉറങ്ങും, എഴുന്നേൽക്കും, നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. ഉറങ്ങിയെങ്കിൽ ഇത് ആയിഷ ബീവി നിത്യജീവിതമായി പറയുകയാണ് മുത്തുനബിയുടെ. അള്ളാഹുവിന്റെ ആശിഖീൻ അങ്ങനെയാണ്. അവർക്ക് രാത്രി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട. അവര് പറഞ്ഞ എന്താ കാരണം? രാത്രിയായാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹീഹ് ബുഖാരിയുടെ ഹദീസ്, യൻസിലു റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയായാൽ, രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞാൽ അല്ലാഹു മുശാഹദ, ഒരു മനുഷ്യനുമായി സംഭാഷണത്തിലാണ്. പടച്ചുറബ് സൃഷ്ടിയുടെ സ്വഭാവത്തിലേക്ക്, സൃഷ്ടിക്കൊത്ത രൂപത്തിൽ പെരുമാറാൻ തുടങ്ങുന്നു. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ല ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബ ല. എന്നോട് ദുആ ചെയ്തോ, ഞാൻ മറുപടി തരാം. എന്നോട് പൊറുക്കലിനെ തേടിക്കോ, ഞാൻ പൊറുത്തു തരാം എന്ന് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ബറഈദങ്ങൾ പറഞ്ഞത്, ഫലമ്മാ ശാഹദു സാഖി തജല്ലാ ഫൈഖള ഫീ ദുജാമൻ കാന നമാ. ഫലമ്മാ ശാഹദു സാഖി തജല്ലാ, ആത്മീയ പാനം നൽകുന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് തജല്ലിയായി. അതാണ് മുത്തുനബി പറഞ്ഞത്, യൻസിലു റബ്ബുനാ, റബ്ബ് തജല്ലിയാകുന്നാണ്. പാതിരാ ടൈമായാൽ ആ തജല്ലി അനുഭവിച്ചാൽ ഫൈഖള ഫീ ദുജാമൻ കാന നമാ, ഉറങ്ങുന്നവനെ ഉണർത്തുകയാണ്. ഉറങ്ങുന്നവന് പിന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമാ. അല്ലാഹു പറയുന്നു, റബ്ബിന്റെ അടിമകളുടെ സ്വഭാവം തതജാഫാ ജുനൂബുഹും, അവരെ ഭാഗങ്ങൾ അറിയാതെ പൊന്തിപ്പോകുന്നു. പടച്ചവനവരെ മെല്ലെ ഉണർത്തുകയാണ്. ഫൈഖള ഫീ ദുജാമൻ കാന നമാ വനാദാഹും ഇബാദി ലൻ തനാമു യനാലുൽ വസീല മൻ ഹജറൽ മനാമാ. അല്ലാഹു അവരെ വിളിക്കുന്നു, മോനെ ഉറങ്ങല്ല, ഉറങ്ങാതെ നീ അങ്ങ് നീങ്ങിയാൽ ഞാനുമായി കണക്ഷൻ നിനക്ക് ലഭിക്കുന്നതാണ്. വദാക അന്ന ഹബീബഹും ബി ആഖിരി സുലുസിൽ ലൈലി യൻസിലുക മാ ഫീ റിവായാതി. അല്ലാഹുവിന്റെ തജല്ലി അനുഭവിക്കുക സൂഫിയാക്കളുടെ അനുഭവമാണ്. പടച്ചുറബ് നമുക്ക് അനുഭവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ വഴിയാണ് യഥാർത്ഥ വഴി. അതാണ് റബ്ബിന്റെ വഴി, അതാണ് അമ്പിയാക്കളുടെ വഴി, അതാണ് മഹാന്മാരുടെ വഴി. പാതിരാവുകളിൽ റബ്ബുമായുള്ള ബന്ധം. അവർക്ക് അവരുടെ ഭാര്യമാരവര് മറന്നുപോയി, അവരുടെ സുഖങ്ങൾ അവര് മറന്നുപോയി. വലുലമുൽ ഖബരി അൻസാഹും ലിളുലമി ബിഹാ ഉറുസും മലിഹാത്തുൻ നിഖബി.
ആ തരുണീമണികളായ ഭാര്യമാരുടെ അരികിൽ നിന്ന് അറിയാതെ അവര് ഉണർന്ന് റബ്ബിന്റെ മുമ്പിൽ അതാ കൈകെട്ടി നിൽക്കുകയാണ്. മഹാനായ സിയം വലിയുല്ലാഹി അവിടുത്തെ അമ്മാവനായ അബൂബക്കർ ഹാജിയുടെ മകളായ സൈനബിനെ കല്യാണം ചെയ്തിരുന്നു. വല്ലാത്ത സുമുഖിയായ ആ പെൺകുട്ടി സുമുഖനായ സിയം വലിയുല്ലാഹിയുടെ ബന്ധം വല്ലാത്ത ബന്ധമായിരുന്നു. അള്ളാഹുവിന്റെ ഇഷ്ക് സിയമിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായപ്പോൾ സൈനബയുമായി സല്ലപിക്കാൻ സിയമിന് അതാ കഴിയുന്നില്ല. റൂമിലതാ നിസ്കരിക്കുകയാണ്. സൈനബ ഇടയ്ക്കിടെ വന്നു നോക്കുന്നു, നിസ്കാരം കഴിയുന്നില്ല. രാത്രി 1 മണി 2 മണി ആയിട്ടുണ്ട്. സൈനബ ഇടയ്ക്കിടയ്ക്ക് ബെഡ്റൂമിൽ നിന്ന് വന്ന് നിസ്കാര റൂമിൽ നോക്കുമ്പോൾ സിയം നിസ്കരിക്കുകയാണ്. ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരിയാണ്, ഒരു വെറുപ്പുമില്ല, വല്ലാത്ത സന്തോഷ ജീവിതമാണ്. നിസ്കരിച്ച് പല പ്രാവശ്യം സൈനബ വന്നു നോക്കുമ്പോൾ നിസ്കരിക്കുകയാണ്. ഇത് മണത്തറിഞ്ഞതായ സിയം സലാം വീട്ടുമ്പോൾ സൈനബയുടെ മുഖമാണ് കാണുന്നത്. സൈനബയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സിയമിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരുറ്റുന്നു. പടച്ച റബ്ബേ, നിന്റെ ഇഷ്കന്റെ ഹൃദയത്തിൽ കടന്നു. ഇനി ഒന്നിനെ ഇഷ്ക് വെക്കാൻ എനിക്ക് കഴിയില്ല. ഇവളെ ഞാൻ എന്ത് ചെയ്യും? ഇവളെന്റെ ഭാര്യയാണ് മോളെ, ഞാനെന്ത് ചെയ്യാനാണ് എന്ന നിലക്ക് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരിറ്റി അതാ വീടുന്ന് അതാ പടിയിറങ്ങുന്നു സിയം വലിയുല്ലാഹി. പള്ളിയിൽ ചെന്ന് ഇഷ്ക് ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടെ ബഹുമാനപ്പെട്ടവര് പള്ളിയിലങ്ങ് ഇരിക്കുകയാണ്. 3 ദിവസത്തിന് വീട്ടിലേക്ക് വരുന്നില്ല. മൂത്ത സഹോദരി ചെന്നിട്ട് പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട്, അബൂബക്കറെ, നിനക്കൊരു കെട്ടിയോളില്ലേ, ഒരു ഭാര്യയില്ലേ, ഒരു ഉമ്മയില്ലേ, ഒരു കുടുംബമില്ലേ, ഈ പള്ളിയിൽ ഇരുത്തം കൊണ്ട് മാത്രമായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന സഹോദരിയുടെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോ സത്യമാണെന്ന് മനസ്സിലാക്കി സിയം വലിയുല്ലാഹി പള്ളിയുടെ അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് അതാ ഒരാളെ വിളിച്ചിട്ട് പേനയും കടലാസും എടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നു, അബൂബക്കർ ഹാജിയുടെ മകൾ സൈനബയെ ഞാൻ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു. അവർക്ക് മറ്റൊന്നുമായി ബന്ധപ്പെടാൻ കഴിയാൻ പ്രയാസമാണ്. അവരുടെ ഹൃദയത്തിൽ അത്രയും അല്ലാഹു കയറി. പിന്നെ നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ അമ്പിയാക്കളായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ ഉള്ളവരായിരിക്കണം. സിയം വലിയുല്ലാഹിയുടെ ആദ്യഘട്ടമാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം നിയന്ത്രിക്കാൻ കഴിയും, പക്ഷെ അന്ന് ഭാര്യമാരില്ല, അതിലേക്ക് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹിയുടെ ഒക്കെ സ്വഭാവം അല്ലാ അല്ലാ ഈ ചിന്തയിൽ മാത്രം. ഈ നിലക്ക് രാത്രിയായാൽ അല്ലാ എന്നുള്ള ചിന്തയിൽ അവർ പിന്നെ ഉറങ്ങുന്നില്ല. അതാണ് എൻ്റെ മക്കൾ രാത്രിയുറങ്ങാത്ത മക്കളാണ്. താലീ കലാമി ഹബി ബിഹിം തജല്ലാലഹും കാനൂ കഹൈമാനി. ഖുർആൻ ഓതുകയാണ്. ഒരു ഖത്മോ സിയം വലിയുല്ലാഹി ആയിരക്കണക്കിന് ഖത്മ തീർത്തവരാണ്. രാത്രിയും പകലും ഖുർആൻ ഓതുകയല്ലേ. മുസ്ഹഫ് മാത്രമാണ്, വേറെ ഒരു പരിപാടിയില്ല. രാത്രി അതിന് പറ്റിയതാണ്. രാത്രി പിന്നെ കുറെ നിസ്കരിക്കും. സിയം വലിയുല്ലാഹിയുടെ എന്ന് മാത്രമല്ല, സൂഫിയാക്കളുടെ ചരിത്രം നോക്കിയാൽ രാത്രി അള്ളാഹുമായി ബന്ധപ്പെടുന്നു. വല്ലാത്തൊരു ലോകം. പടച്ചുറബേ, അവരുടെ സംഭവങ്ങളും അവരുടെ ജീവിതമൊക്കെ വായിച്ചാൽ നമ്മൾ ബേജാറായി പോകും. ഇമാം ഷഅറാനി തങ്ങൾ അവിടുത്തെ ലതായിഫുൽ മിനൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, എന്റെ രാത്രി ഉറക്കോതിന് പകല് മെല്ലെ ഓത് നിസ്കരിക്കുമ്പോൾ അതിന് പറയുന്നു അള്ളാഹുവിന്റെ ജമാലിയത്തിന്റെ തജല്ലിയാണ് രാത്രി. പകലിൽ ജലാലിയത്തിന്റെ തജല്ലിയാണ്, ഗൗരവമുള്ള ടൈമാണ്. രാത്രിയിൽ അള്ളാഹു സ്നേഹത്തോടെ പെരുമാറുന്ന ഘട്ടമാണ്. ഗൗരവമില്ലാത്ത ടൈമിൽ യജമാനന്റെ മുമ്പിൽ ഉറക്കെ സംസാരിക്കാം. ഗൗരവമുള്ള ടൈമിൽ മെല്ലെ സംസാരിക്കാൻ കഴിയൂ. ഇതാണ് ഈ ശൈലി എന്ന് ഇമാം ഷഅറാനി തങ്ങൾ പറയുന്നു. ഇതായിരുന്നു സിയം വലിയുല്ലാഹി. ആയിരക്കണക്കിന് ഖത്മ ചെയ്തവരാണ് സിയം വലിയുല്ലാഹി. അല്ലാഹ്
ഞാൻ നിർത്തുന്നു, കുറച്ചും കൂടെ പറഞ്ഞു. ശുഅ്സൻ വഗുബ്റൻ വസാഹുമാത അൻഫുസുഹും മിൻ ഖബലി മൗതിൻ വസും മുമിൻഹു ബിൽ ഫാനി ശുഅ്സൻ വഗുബ്റൻ റുബ്ബ അശ്അത അഖ്ബർ. അവര് മുടി ജടകുത്തിയവരാണ്, മുടി വാരാനും ചീകാനും അവര് മറന്നുപോയി. വശുഅ്സൻ വഗുബ്റൻ അവര് അവരുടെ വസ്ത്രത്തിൽ പൊടി പുരണ്ടവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു റുബ്ബ അശ്അത അഖ്ബർ, എത്ര മുടി ജടകുത്തിയവരും അതുപോലെ തന്നെ ആ വസ്ത്രത്തിൽ പൊടി പുരണ്ടവരുമാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനോട് ഒരു കാര്യം പറഞ്ഞ റബ്ബ് അങ്ങനെ അങ്ങോട്ട് ചെയ്യും. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട് സി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ. കോഴിക്കോട്ടുകാരനായ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷാലുക്ക എന്ന് പറയും. സി എം വലിയുള്ളാഹുമായി വല്ലാത്ത അടുപ്പുള്ള ആളാണ് ചെറുപ്പക്കാലത്ത്. അദ്ദേഹം കുറേ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. 2 ക്യൂ ആണ് സി എമ്മിന്റെ ഹദറത്തിലേക്കുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് പലപ്പോഴും ഞാൻ പോയത്, പുരുഷന്മാരതൊന്നും സ്ത്രീകളുടേതൊന്നും. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കറാമത്താണ് ഓരോ ദിവസം ആ ക്യൂവിനെ സംഭവിക്കും. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരാൾ വന്നു നിന്നാൽ സി എമ്മിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ തട്ടിന്റെ മുകളിലേക്ക് ആ ക്യൂ പോകുന്നത് സി എം വലിയുള്ളാഹി അയാളെ വിളിക്കും. കണ്ടിട്ടില്ല, ബാഹ്യത്തിൽ കണ്ടിട്ടില്ല, ഇന്ന ആളോട് ഇങ്ങോട്ട് വരാൻ പറയുക. വിവരം അറിയിച്ചിക്കണോ? ഇല്ല. ബഹുമാനപ്പെട്ട സി ഉസ്താദിന്റെ ഉപ്പ അബ്ദുറഹ്മാൻ മുസ്ലിയാർ സി എം വലിയുള്ളാഹിയെ കാണാൻ വേണ്ടി ചെന്നു. ഫാത്തായി പോയി. ബഹുമാനപ്പെട്ടവര് സ്വഫില കുറെ നിന്നപ്പോ 2.5 മണിക്കൂറൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോ ഇത് എപ്പോഴാണ് ഒഴിവാകുക? ഉടനെ ഉപ്പാക്കൊരു ഫാത്തിഹ ഓതി. മഹാന്മാരെടുത്ത് പോകുമ്പോഴുള്ള ട്രിക്കാണതൊക്കെ. അവരുടെ വാപ്പക്കോ അല്ലെങ്കിൽ അവർക്കോ ഒരു ഫാത്തിഹ യാസീനൊക്കെ ഓതിയ തനി അങ്ങോട്ട് വിളിക്കും, നമ്മളെ വിളിക്കും. അപ്പൊ ഒരു ഫാത്തിഹ ഓതി ഉപ്പാക്ക്. ഓതി കഴിഞ്ഞ ഉടനെ തന്നെ മുകളിൽ നാള് വന്നു. ആരാണ്? അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ഓർ വിളിക്കുന്നുണ്ട്. അതെ, അങ്ങനെ ചെന്നപ്പോ പറഞ്ഞ വാക്കെന്താ അറിയോ? എന്നെ കാണാൻ വരുമ്പോൾ എന്തിനാണ് ഉപ്പയെ ശല്യപ്പെടുത്തുന്നത്? എന്നെ കാണാൻ വരുമ്പോൾ എന്തിനാണ് ഉപ്പയെ ശല്യപ്പെടുത്തുന്നത്? അഥവാ ഉപ്പയോട് പറഞ്ഞ് എന്നെ കാണാൻ ഫാത്തിഹ ഓതി എന്നെ കാണേണ്ട ആവശ്യം എന്താ എന്നാണ്. ഇതാണ് ബഹുമാനപ്പെട്ട സ്വഭാവം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ക്യൂ നിൽക്കുന്നതിന്റെ ഇടയിൽ ഈ ഷാലുക്ക എന്ന സുഹൃത്ത് ഇപ്പൊ കോഴിക്കോട് നല്ലൊരു കച്ചവടക്കാരനാണ്. അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ ഇങ്ങനെ ഈ നിൽക്കുന്ന ആളെടുത്ത് എനിക്ക് ക്യാപ്പുണ്ടെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ ഞാൻ ഇവരിൽപ്പെട്ട ഓരോരുത്തരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓറിൽ എന്തൊക്കെ അനുഭവം ഉണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ഡ്രൈവറായിരുന്നു. ഈ 10-25 വർഷം മുമ്പ് ഒരു ഡ്രൈവറായിരുന്നു. ഒരു വണ്ടിയിലെ ഒരു ലോറിയിലെ ഡ്രൈവറാണ് ഞാൻ. ഇവിടെ ഒരു സ്ഥലം പറഞ്ഞു, അവിടെ ആ കടയിൽ ഞാൻ കയറിയപ്പോ സി എം വലിയുള്ളാഹി അന്ന് സായിഹാണ്, ചുറ്റി സഞ്ചരിക്കുന്ന കാലം. ശുഅ്സാണ്, അഖ്ബറാണ്, അഥവാ ഡ്രസ്സ് ശ്രദ്ധിക്കാറില്ല, ശരീരത്തിന്റെ ഒരു ഹാലിലേക്കും ശ്രദ്ധയില്ല, ആ പോകുന്ന കാലം. അങ്ങനെ പോകുന്ന ഒരു കാലം, അങ്ങനെ നീണ്ട കാലം ഉണ്ടായിട്ടുണ്ട്. നടത്തം ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ സാഹിബുമായി ബന്ധപ്പെട്ട് 1.5 വർഷവും കഴിഞ്ഞ് ഉള്ളാളത്തേക്ക് മുഹ്യിദ്ദീൻ സാഹിബ് പോകുമ്പോൾ കൂടെ പോവുകയും അവിടെ നിന്ന് മുഹ്യിദ്ദീൻ സാഹിബ് തങ്ങൾ അതാ സി എമ്മിന്റെ മടിയിൽ തലവെച്ച് കിടന്ന് ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഉള്ളാളത്താണ് അവിടുത്തെ ഖബറുൽ അള്ളാഹുടുത്തെ ഖബർ, അള്ളാഹു താല അവിടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. സി എമ്മിന് ഫാത്തിഹ ഓതുമ്പോൾ കണക്ഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവർ ഇവർക്കൊക്കെ ഫാത്തിഹ ഓതിക്കൊണ്ട്, ഹാമിദ് തങ്ങൾ, ചെറുകോയ തങ്ങൾ, അതുപോലെ തന്നെ മുഹ്യിദ്ദീൻ സാഹിബ്, അതുപോലെ തന്നെ അവിടുത്തെ ഉപ്പ കുഞ്ഞുമാഹിം കോയ മുസ്ലിയാർ, അവരുടെ ഉപ്പ കുഞ്ഞുമാഹി മുസ്ലിം, അവിടുത്തെ ഉമ്മ ആയിഷ ഹജ്ജുമ, ഇവർക്കൊക്കെ ഫാത്തിഹ ഓതി സി എമ്മിനോട് ഒരു കാര്യം പറഞ്ഞു നോക്കൂണ്ടി, ആ അപ്പ ഫത്ഹാവും. അപ്പൊ ഉള്ളാളത്തെ പാപ്പ അല്ല, ഉള്ളാളത്ത് നിന്ന് വഫാത്തായതിന്റെ ശേഷം പിന്നെ സി എം സായിഹ. ഈ സിയാഹത്തിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഡ്രൈവർക്ക് അതറിയില്ല. ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ സി എം വലിയുള്ള അവിടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോവുക. കേഷ്യർ വിളിച്ചു. അത് ഈ ഡ്രൈവർ കാണാം. പൈസ എവിടെ? പൈസ ചോദിച്ചു. പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല.
അങ്ങനെ അപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അയാള് ഒരു മൊയിലേറെ വേഷമാണ് സി എമ്മിനുള്ളത്, നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാ. അപ്പോൾ കുപ്പായ അയക്കാൻ പറഞ്ഞു. കുപ്പായ അയച്ച് അവിടെ വാങ്ങിച്ചു. തുണി അഴിച്ച് തലയെക്കെട്ട് അഴിച്ച് അവിടെ വെച്ചു. വെറും ട്രൗസർ മാത്രം, ഡോയർ മാത്രം. സുബ്ഹാനല്ലാഹ്. പോന്നർ ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് അതൊരു വിഷമായി. എങ്ങനെ ഒരു ഉസ്താദല്ലേ, ഇയാൾ എന്തേ ചെയ്തത്? വല്ലാത്തൊരു വിഷമായി. നേരെ പുറത്തിറങ്ങിയങ്ങാണ്ട് അപ്പോൾ സി എമ്മിനെ അദ്ദേഹം ഓലങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ. ഞാൻ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി. എൻ്റെ വണ്ടിയിൽ പോരണോന്ന് ചോദിച്ചു. ലോറി ഡ്രൈവറല്ലേ? ആ എന്ന് പറഞ്ഞ് കയറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ, ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ലോറി എടുത്ത് കുറച്ച് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഷാലുക്കൊക്കെ ഇങ്ങനെ ഉണ്ടായ അനുഭവം, തുടക്കത്തിൽ എങ്ങനെ അനുഭവം എന്ന് വെച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെന്നോട്ട് ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിൽ എൻ്റെ വണ്ടി നിർത്തി, ഉസ്താദിനെ ഇറക്കി, ഓറ ഇറക്കി. എനിക്ക് സി എം വലിയുള്ള എന്നൊന്നും അന്ന് ഓറ അറിയപ്പെടുന്നില്ല, എനിക്കൊരു മഹാനാണെന്ന് മനസ്സിലായി. ഞാൻ ആ കടയിൽ കയറിയിട്ട് ഒരു തുണിയും ഒരു റെഡിമെയ്ഡ് കുപ്പായവും ഒരു ഓയിലും വാങ്ങി തലയെ കെട്ടി. ഇനി വണ്ടി കയറണോ ചോദിച്ചു. ആ കയറുന്നു എന്ന് പറഞ്ഞ് കയറി. അങ്ങനെ ഏതോ മഹാനന്തവാടി ഏതോ ഒരു സ്ഥലത്തെത്തി. ആനകൾ നിറഞ്ഞൊരു സ്ഥലം. സുബ്ഹാനല്ലാഹ്. ആനകൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ഡ്രൈവർമാർക്ക് ഒറ്റ പോക്കല്ലേ കാരണം. സി എം വലിയുള്ള പറഞ്ഞ് ഇവിടെ എനിക്ക് ഇറങ്ങണം. കാട്ടാനൻ്റെ അടിയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ, ഇറക്കി കൊടുത്തു. എന്നിട്ട് ഡ്രൈവർ പറയാം ഷാലുക്കയോട്, പിന്നെന്താ ഉണ്ടായതെന്ന് ഞാൻ അറിയില്ല. ഇത് ക്യൂവിൽ നിന്നാണ് സംസാരിക്കുന്നത് പകലിൽ. പിന്നെന്താ ഉണ്ടായത് ഞാൻ അറിയില്ല. കഴിഞ്ഞല്ലോ. ഷാലുക്ക പറയാണ്, അന്ന് രാത്രിയിൽ 12 മണി കഴിഞ്ഞ ശേഷം ഞാൻ സി എമ്മിൻ്റെ അടുത്ത് കയറി. എല്ലാവരും ഒഴിഞ്ഞ ശേഷം 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ എനിക്ക് ടൈം തരും. അയൽവാസിയാണ്. ഞാൻ ചെന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പിന്നെ ഞാൻ അങ്ങനെ നടന്ന്. പിന്നെ എപ്പോ എന്താ ഈ പറയുന്നത്? ഈ ഇന്ന് ഉച്ചക്ക് ഒരു ക്യൂവിലുള്ള ആളോട് ചോദിച്ചതിന്റെ ബാക്കി അയാൾക്ക് പറയാൻ കിട്ടൂല. പിന്നെന്തായതെന്നറിയില്ല. അതിനെന്ത് ചെയ്യാണ്, പൂരിപ്പിക്കാണ് സി എം. പിന്നെ ഞാൻ എന്നോടൊന്ന് പകല് ഓൻ പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞത് സി എമ്മിനോട് പറഞ്ഞിരുന്നോ? പിന്നെ ഞാൻ അങ്ങനെ നടന്നപ്പോൾ വലിയ ആനക്കൂട്ടമുണ്ട്. 40ഓളം ആനകളുണ്ട്. അതിലെ വലിയ കൊമ്പനാന എനിക്ക് സലോട്ട് തന്നു. ആ സി എം അങ്ങനെയാണ്, ആന സലോട്ട് എടുക്കൽ മാത്രം. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെയാ ആന സുജൂദ് ചെയ്തിട്ടുണ്ട് സി എമ്മിന് ആന കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി നമ്മളെ മോയിക്കൽ ഹുസൈൻ ഹാജി സി എമ്മുമായി വലിയ ബന്ധമുള്ള സമ്പന്നനായി. അദ്ദേഹം സി എമ്മിന് വേണ്ടി ജീവിച്ച ആളാണ്, മരിച്ചുപോയി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ? മാനന്തവാടിയിൽ നാം കാട്ടിലേക്ക് പോകുമല്ലേ, ഒരു പേടിയില്ലല്ലോ. കാട്ടുകാണ്ട് പോയപ്പോ അതാ കാണുന്നു വലിയൊരു കൊമ്പനാന. സി എമ്മിനെ കണ്ടപ്പോൾ അതങ്ങ് അലറി. ഓ എന്നും പറഞ്ഞ സുബ്ഹാനല്ലാഹ്. ഹുസൈൻ ഹാജി പേടിച്ച്. ഇട്ടോടാൻ പറ്റുമോ? അതോ ഓടി വരുന്നു കാട്ടാന. നമ്മളൊക്കെ വരുന്നത് കാട്ടാനാണെന്ന് പറയും. അല്ല, നമുക്ക് തോന്നും കാട്ടാന വരുന്നത് കാട്ടാനാണെന്ന്. അല്ല, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ ഭയപ്പെട്ടവനെ എല്ലാം ഭയപ്പെടുന്നതാണ്. ഭയപ്പാട് മാത്രമല്ല, വഴിപ്പെടുന്നതാണ്. മുത്തുനബിക്ക് ഒട്ടകം സുജൂദ് ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് സംഭവങ്ങൾ മുത്തുനബിയുടെ സംഭവത്തിൽ കാണാം. ആ മുത്തിനെ തുടർന്ന് ജീവിച്ച മക്കൾക്കും അത് അനുഭവിക്കുന്നതാണ്. അതിൽപ്പെട്ടവരാണ് സി എം വലിയുല്ലാഹി. കാട്ടാന ഓടി വന്നിട്ട് സി എമ്മിന്റെ മുമ്പിലെത്തുമ്പോൾ ഹുസൈൻ ഹാജി പേടിച്ചപ്പോ, പേടിക്കണ്ട, ആനയെ പേടിക്കുന്നു ഹുസൈൻ ഹാജി എന്ന് ചോദിക്കുന്നു. ആന വന്നിട്ട് മുട്ടുകുത്തിയിട്ട് അതാ സി എമ്മിന്റെ മുമ്പിൽ തലവെക്കുന്നു. ഹുസൈൻ ഹാജി പറയുന്നു, കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ആനയുടെ കണ്ണ് നുറ്റുന്നത് ഞാൻ കണ്ടു. ഇതാണ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്താ സി എം? സുബ്ഹാനല്ലാഹ്. സി എമ്മിനെ പാമ്പ് കടിച്ചു. പാമ്പ് ആത്മഹത്യ ചെയ്തു. എന്തേ? എത്ര സംഭവം? പാമ്പ് ആത്മഹത്യ.
ആത്മഹത്യയിലെ അപ്പുറതിയോ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളുമായി ബന്ധമുള്ള ജന്തുക്കൾക്ക് അങ്ങനെയാണ്. CM ദർസ് നടത്തിയിരുന്നു മടവൂരല്ല വേറൊരു പള്ളിയിൽ. അവിടെ ദർസ് നടത്തുമ്പോൾ CM വലിയുല്ലാഹി ഒരു ദിവസം രാത്രി, അന്നൊന്നും ടോർച്ചും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു പാമ്പിനെ ചവിട്ടിപ്പോയി. പാമ്പ് കടിച്ചു CM വലിയുല്ലാഹിയെ. കടിച്ച് ദർസിലേക്ക് വന്നു. ഇന്നൊരു പാമ്പ് കടിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ നോക്കിയപ്പോൾ രക്തമൊന്നുമില്ല. നേരം വെളുത്ത് നോക്കുമ്പോൾ വലിയൊരു മൂർഖൻ പാമ്പ് ചത്ത് കിടക്കുന്നു. അത് കുത്തുബി തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതൊരു കറാമത്ത്. അവരെ കടിച്ച പാമ്പ് ചാവല്. പക്ഷെ ഇത്ര പറഞ്ഞ് നമുക്ക് നിർത്തായിരുന്നു. CMനോട് പോയിട്ട് ഇവർ പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ കടിച്ച പാമ്പ് ആ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പം തന്നെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആള് മാറി കടിച്ചു പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. കണ്ടോ, ആള് മാറി കടിച്ചു, ആ ദുഃഖത്തിൽ പാമ്പ് തലട്ട് തച്ച് ചത്തു. ഇതാ സംഭവം. CMനെ കടിച്ചല്ലോ. അവരാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ ബന്ധതാണ്. അള്ളാഹു അല്ല ബർക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കട്ടെ. ഏത് കഥയാണ് നാം ഈ പറയുന്നത്? ആരുടെ കഥയാണ് നാം ഈ പറയുന്നത്? സഹോദരന്മാരെ, ജീവിതകാലം പോലെ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ പ്രവർത്തനം. ഇപ്പോൾ മുഴുവൻ പ്രവർത്തനം അങ്ങനെയാണ്. നിങ്ങളൊരു വിഷയത്തിന് ഫാത്തിഹ ഓതി നോക്ക്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്താണോ ഉദ്ദേശിച്ചത് അപ്പടി നടക്കും. വല്ലാത്ത അവസ്ഥയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ, ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ. അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിനോട് ഖസം ചെയ്താൽ, പടച്ചറബേ ഓൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും. അതങ്ങ് നടക്കും. എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. സഹിഹായി നടക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു. ഒരു വീടിന്റെ, കോഴിക്കോട് ഒരു വീടിന്റെ അരികിൽ ആ വീട് വിള്ളല് പറ്റി ഉദ്ഘാടനം ചെയ്യാതെ പേടിച്ച് നിൽക്കുക. വിണ്ട് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റിയ രൂപത്തിലായി എന്നാണ് വലുത്തൊരു പാപ്പ എന്നോട് പറഞ്ഞത്. പാപ്പക്കറിയാം ആ വീട്. അങ്ങനെ CM വലിയ ഈ സായിഹായി നടക്കുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി. എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മസ്താനായി നടക്കണമെന്ന്? അല്ല, അള്ളാഹു എന്താണോ പറയുന്നത് അങ്ങ് ചെയ്യും. അതങ്ങനെയാണ് നടക്കുന്നത്. ചെന്നിട്ട് വലിയ വീടാണ്, വലിയ കാശ് ചെലവഴിച്ചെടുത്ത വീടാണ്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യാൻ അനുവാദമില്ല. കാരണം വിണ്ടുപോയി, അത് പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. മഹാനായ ഖളിർ അലൈഹിസ്സലാം ഒരു മതിൽ പൊളിഞ്ഞു വീഴാൻ നിൽക്കുമ്പോൾ അത് കൂട്ടിക്കൊടുത്തത് വിശുദ്ധ ഖുർആനിൽ വലിയ സംഭവമായി പറയുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ആ കാര്യത്തിൽ സംസാരിക്കുന്നത് നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ കാണാം. എന്നാൽ അത് ഖളിർ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തോ നബിയാണെങ്കിൽ, വലിയാണെങ്കിൽ കറാമത്തോ ആണ്. ഖളിർ അലൈഹിസ്സലാം നബിയാണെന്നാണ് ബലപ്പെട്ടതെന്ന് ഇമാം നബവി തങ്ങൾ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. വലിയാണെന്നതാണ് ബലപ്പെട്ടതെന്ന് ഇമാം മഹല്ലി തങ്ങൾ ജലാലൈനിയുടെ വിശദീകരണത്തിൽ ജലാലൈനിയിൽ പറയുന്നു. ഏതായിരുന്നാലും വലിയായാലും നബിയായാലും മുഅ്ജിസത്തോ അമ്പിയാക്കളുടെയാണെങ്കിൽ മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്ത്. ഈ കറാമത്തിനെ വെല്ലുന്ന കറാമത്താ CM വലിയുള്ളാന്റെ കയ്യിൽ നിന്നുണ്ടായത്. ഈ ഉമ്മത്ത് കഴിഞ്ഞ ഉമ്മത്തിനേക്കാൾ കറാമത്തുള്ളവർ ഇമാമിങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഈ വിണ്ടു നിൽക്കുന്ന രണ്ട് ചുമരിന്റെ ഇപ്പുറത്ത് കൈവച്ചു, ഇപ്പുറത്ത് കൈവച്ചിട്ട് ഇത് ഇങ്ങോട്ട് കൂട്ടുകയാണ് CM. അങ്ങനെ കൂട്ടി ആ വീട് ആദ്യത്തെ പോലെ ആയി. ഒരു പ്രശ്നവുമില്ല. മതിലൊരു പക്ഷേ നമുക്കങ്ങനെ ആക്കാമെന്ന് സങ്കല്പിക്കാം. കാരണം മതിലിന് ഒരൊറ്റ അവസ്ഥയല്ലേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം തൂണും കാര്യമൊക്കെ ഉള്ളത് ഇങ്ങനെ ആക്കുമ്പോൾ മറ്റു ഭാഗം പൊട്ടിപ്പോവും. അപ്പൊ മതിലിനേക്കാൾ വലിയതാ പിന്നെ തട്ടുള്ള വീടും. ഇതാണ് മഹാനായ CM വലിയുള്ള. എന്തൊക്കെയാണ് സായിഹായ കാലത്ത് ചെയ്തത്. അല്ലാഹ് ഒരു വീട്ടിൽ കയറിയിട്ട് അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, ഈ മരം വെട്ടുക, അല്ല ഇറങ്ങുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഇതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി വീട്ടിന്റെ ഉള്ളിലേക്ക്, ഈ വീട്ടിന്റെ മുറ്റത്തേക്ക് റോഡാക്കുക, ഇപ്പോൾ വേണ്ട. അങ്ങനെ വന്നിട്ട് ഈ മരം ഇവിടുന്ന് വെട്ടിക്കളയുക, ഇപ്പോൾ വേണ്ട. വീടിന്റെ അകത്തേക്ക് കയറി ഈ കട്ടിൽ ഇങ്ങനെ ഇടുക, ഇപ്പോൾ വേണ്ട. ഇവിടെ ഒരു ഓൾസ് കുത്തുക, ഇപ്പോൾ വേണ്ട. ഇറങ്ങി അങ്ങോട്ട് പോയി.
ഒരാഴ്ച കഴിഞ്ഞു. ഈ വീടേതെന്നും ഈ കുടുംബമേതെന്നും വൈരത്തൂർ പാപ്പാക്ക് അറിയാം. പാപ്പൻ്റെ റെക്കോർഡുകൾ മുഴുവനുണ്ട്. പാപ്പ 18 ചരിത്രങ്ങൾ എനിക്ക് പറഞ്ഞു. 18 എനിക്ക് എഴുതി തന്നു മൗലിദ് എഴുതാൻ വേണ്ടി. അങ്ങനെ ഞാനൊരു മൗലിദ് എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരും ലാസ്റ്റ്. അപ്പോൾ അത് 10-20 വർഷം മുമ്പ് എഴുതിയതാ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ അത് അടിച്ചു. ഇപ്പോൾ ഞാൻ അങ്ങനെ വാതിന് തരാൻ തന്നെ ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. ഫ്രീ ആണ്, ബേജാറൊന്നും വേണ്ട, പിരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആ വീട്ടുകാരി അവിടെ മുറ്റത്തൊരു മരണ്ട്. ആ മരത്തിന് നീണ്ട മുള്ളുകളുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. ഈ പെണ്ണ് അറിയാതെ അടിഞ്ഞു വീണു ആ മരത്തിലേക്ക്. പെണ്ണിൻ്റെ ദേഹത്തേക്ക് 2-3 മുള്ളങ്ങ് കയറി. അത് വലിച്ചെടുത്ത്. പക്ഷേ അത് അസഹ്യമായ വേദന. നമ്മുടെ നാട്ടിലൊക്കെ പറയും പോയസം കയറുക പറയും. അങ്ങനെ ഒരു ഇതിൽ പ്രശ്നമില്ല. അത് സംഭവിച്ചു. ആ പെണ്ണ് ഒരാഴ്ച കൊണ്ട് മരിച്ചു. മയ്യത്ത് ആംബുലൻസിൽ കൊണ്ടുവന്നു. മുള കണ്ട് കെട്ടിയതായ വഴിയിൽ ആംബുലൻസ് മുറ്റത്തേക്ക് കൊണ്ടുവരണം. അത് പൊളിച്ചു. ഇവിടെ റോഡാക്കുക, വീടിന്റെ മുറ്റത്തേക്ക് ഇപ്പോൾ വേണ്ട ആക്കി. അങ്ങനെ ആ മയ്യത്ത് അകത്തേക്ക് കയറ്റിയപ്പോൾ കിബിലക്ക് കിടത്തണം, അതിന് കട്ടിൽ ഇങ്ങനെ ഇടണം. ഈ കട്ടിൽ ഇങ്ങനെ ഇടുക, ഇപ്പോൾ വേണ്ട. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആ റൂമിൽ വെച്ച് മയ്യത്ത് കുളിപ്പിച്ചു. ഓൾസില്ല, ഓൾസ് കുത്തി. ഇതിനൊരു ഓൾസ് കുത്തുക, ഇപ്പോൾ വേണ്ട, പിന്നെയാകാം. പുറത്തിറങ്ങി മരം വെട്ടിക്കളയണം. ഈ മരം അപകടമെന്ന് പറഞ്ഞ് അവർ വെട്ടിക്കളഞ്ഞു, ഇപ്പോൾ വേണ്ട. ഇത് അങ്ങനെ തന്നെ സംഭവിക്കല്ലേ? ആരാണ് അല്ലാഹ്? സിയം വലിയുല്ലാഹി. അല്ലാഹുവേ അവിടുത്തെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. 1000-ഓ 10,000-ഓ അല്ല കറാമത്ത്. ബന്ധമുള്ള എല്ലാവർക്കും 100 കണക്കിന് അനുഭവം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. കരിപ്പൂര് വിമാനത്താവളം വരുന്നതിന്റെ 27 വർഷം മുമ്പ്. 27 വർഷം മുമ്പ് പറഞ്ഞാൽ എന്താ? അത്രയും മുമ്പ് അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഭൂമിക്ക് അവിടെ വില തന്നെയില്ല. ആ കാലം സിയം വലിയുല്ലാഹിന്റെ സിയാഹത്തിൽ അതിലൂടെ നടന്നുപോയപ്പോൾ സിയം വലിയുല്ലാഹി സാജിദ, പല സ്ഥലത്തും സുജൂദിൽ വീഴാറുണ്ട്. ആ വീണ സ്ഥലത്ത് മുഴുവനും വലിയ വലിയ അനുഭവങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സുജൂദ് ചെയ്ത് തലപൊക്കിയിട്ട് പറയും, ഇവിടെയാണ് മലക്കുകൾ സുജൂദ് ചെയ്തത്, ഇവിടെ മലക്കുകൾ സുജൂദ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മഹാന്മാര് സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. കരിപ്പൂരിൽ സുജൂദ് ചെയ്തിട്ട് പറഞ്ഞ എന്താ അറിയോ? ഇവിടുന്ന് ഹജ്ജിന് പുറപ്പെടും. അവിടെ എങ്ങനെയാണ് പടച്ചോനെ? അന്ന് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടിക്കടുത്ത വിശാലമായ കാടിൽ ഹജ്ജിന് എവിടുന്ന് പുറപ്പെടാനാ? കുറ്റിപ്പന്തകൾ നിറഞ്ഞു കിടക്കുന്ന, കുറുക്കൻ വരാൻ പേടിക്കുന്ന ആ ഏരിയയിൽ എങ്ങനെയാണ് റബ്ബേ ഹജ്ജിന് പുറപ്പെടുക? ഇന്ന് കരിപ്പൂര് വിമാനത്താവളത്തിലെ വിമാനത്തിന്റെ മൂക്ക് കുത്തുന്ന സ്ഥലത്ത് സിഎമ്മിന്റെ മൂക്ക് കുത്തിയ സ്ഥലമാണ്. കണ്ടോ? ഗൾഫ് നാടുകളിൽ അവിടെ നിന്ന് യാത്രയുണ്ട്. പക്ഷെ അവിടത്തേക്ക് അതിനൊരു പ്രോത്സാഹനമൊന്നുമില്ല. കരിപ്പൂര് വിമാനത്താവളം ദീനിന് ഉപകാരപ്പെട്ടെങ്കിൽ അത് ഹജ്ജിന് മാത്രമാണ്. നേരെ ഞാൻ പറഞ്ഞത് ഗൾഫ് പോയിട്ട് പൈസ എടുത്ത് മർക്കസിന് കൊടുത്ത് മറ്റും അപ്പൊ നല്ല ആയില്ലെന്നാണ്. അത് വളഞ്ഞു തിരിഞ്ഞതിനെ പറ്റി ചർച്ചയില്ല. ഹജ്ജിന് പുറപ്പെടുക എന്ന അനുഗ്രഹം ഇവിടുന്ന് നടക്കും. അത് മാത്രമാണ് വിമാനത്താവളത്തിന്റെ ആഗ്രഹമായി അവിടുന്ന് സുജൂദ് ചെയ്യാനുള്ള കാരണം. പടച്ചോനെ വലിയൊരു അനുഗ്രഹം ഈ ഉമ്മത്തിന് കിട്ടുകയാണല്ലോ, അത് അനുഭവിക്കുന്നതുകൊണ്ട് ശുക്റിന്റെ സുജൂദ് ചെയ്യുകയാണ്. ആർക്കറിയാം അന്ന് ഇത് നടക്കുമെന്ന്? പിന്നീട് എത്ര കാലം കഴിഞ്ഞാണ് വിമാനത്താവളം വന്നത്. രാമനാട്ടുകാരനായ ഒരു ഹാജി എനിക്ക് പരിചയമുള്ള ആൾ, ജീവിച്ചിരിക്കുന്ന ആൾ, അദ്ദേഹം എന്നോട് പറഞ്ഞു, വിമാനത്താവളത്തിന്റെ ഇന്നിപ്പുള്ള വിമാനത്താവളത്തിന്റെ അരികിൽ 5-6 ഏക്കർ സ്ഥലങ്ങൾ വിൽക്കുന്നുണ്ട്. എനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, ചെറിയ വിലയുള്ളൂ. പക്ഷേ 6 ഏക്കറയോളം വാങ്ങുമ്പോൾ വലിയ പൈസ വരും. അതെനിക്ക് നഷ്ടം പറ്റുമോ? പേടിയായി. ഞാൻ സിഎമ്മിന്റെ അരികിൽ ചെന്നു. അദ്ദേഹം എന്നോട് മക്കത്തെന്ന് പറഞ്ഞ ഞാൻ സിഎമ്മിന്റെ അരികിൽ ചെന്നു. ഇങ്ങനെ കൊണ്ടോട്ടിയിൽ ഒരു സ്ഥലം വിൽക്കുന്നുണ്ട്. വിമാനത്താവളമൊന്നുമല്ല, അന്ന് താവളം ആയിട്ടില്ല. താവളമാവുന്നതിന്റെ 7 വർഷം മുമ്പ്, മറ്റേത് അതിന്റെ 20 വർഷം മുമ്പ്. അപ്പം ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാനോട് പറഞ്ഞു, ഞാനത് എടുത്താ കുടുങ്ങോ? അതെടുക്കുക, അവിടുന്ന് വിമാനം പൊന്തും. ഗവൺമെന്റ് വിമാനത്താവളം ചിന്തിക്കുന്നതിന്റെ 7 വർഷം മുമ്പാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് അവിടുത്തെ ജീവിതത്തിൽ നടന്നത്! അല്ലാഹ്, എത്ര സ്ഥലത്ത് സുജൂദ് ചെയ്ത സ്ഥലത്ത് മുഴുവനും പള്ളിയോ ശരിയത്ത് കോളേജോ എന്തെങ്കിലും ആശ്ചര്യമുള്ള രംഗമോ വരും.
ഇവിടെ ഒരു പള്ളി വരുമെങ്കിൽ പകരഹസനി നോക്കിയാൽ കണക്കൻ, ഇവിടെ കാർപ്പറ്റ് ഉണ്ട്, വേറൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും നോക്കിയാൽ അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു ആത്മീയ ഷെയ്ഖ് നോക്കിയാൽ ഇവിടെ ഒരു പള്ളി വരുമെങ്കിൽ ഇത് ബാത്റൂമാണെങ്കിലും ആ പള്ളി വരാനുള്ള ആത്മീയ പ്രകാശം നോക്കിക്കാണാൻ കഴിയും. അവരെ അങ്ങനെയാണ് അകക്കണ്ണുള്ളവർക്ക്. ആ പ്രകാശം കാണുമ്പോൾ സുജൂദ് ചെയ്യാൻ പറ്റിയ ടൈമും അതിന് പറ്റിയ സ്ഥലവുമാണെങ്കിൽ അവർ സുജൂദ് ചെയ്യും. മർക്കസ് നിലകൊള്ളുന്ന, ശരീഅത്ത് കോളേജ് നിലകൊള്ളുന്ന സ്ഥലം, ഹിഫ്ദുൽ ഖുർആൻ നിലകൊള്ളുന്ന സ്ഥലം, ഈ സ്ഥലമെല്ലാം ഒരു അമുസ്ലിമിൻ്റെതായിരുന്നു ഒരു കാലത്ത്. ആ വന്ന സ്ഥാപനങ്ങളുടെ മുഴുവത്തിന്റെ മുന്നിലും സിഎം വലിയുല്ലാഹി ആ മുസ്ലിം സഹോദരന്റെ കയ്യിലിരിക്കുന്ന കാലത്ത് റോട്ടിൽ നിന്നും സായിഹാകുന്ന ടീമിൽ അങ്ങ് കടന്നിട്ട് കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്ന് അവിടൊക്കെ സുജൂദ് ചെയ്തിട്ടുണ്ട്. എന്തേ? ഇവിടൊക്കെ ദീനിന്റെ സ്ഥാപനം വരുമെന്നാണ്. അവിടുത്തെ കണ്ണിൽ കാണാണ് ഇവിടെ മലക്കുകൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. പറയാം, അവിടെ അന്ന് ഒരു അമുസ്ലിം സഹോദരന്റെ ഭൂമിയല്ലേ അത്. പിന്നീട് അദ്ദേഹം അത് ഉസ്താദിന് വിൽക്കുകയാണ്, അല്ലെങ്കിൽ സംഘടനയ്ക്ക് വിൽക്കുകയാണ്. പിന്നെയല്ലേ അവിടെ സ്ഥാപനങ്ങൾ വരുന്നത്. സുബ്ഹാനല്ലാഹ്. സൗദി അറേബ്യയിലേക്ക് ഒരു സഹോദരൻ പോയി. സൗദി അറേബ്യയിൽ ചെന്ന് അദ്ദേഹം കുറച്ചൊക്കെ ജോലി ചെയ്ത് സിഎമ്മിന്റെ മുരീദ, സിഎമ്മിനോട് സ്നേഹിക്കുന്ന ആളാണ്. സിഎമ്മിനെ സ്നേഹിച്ച് സിഎമ്മിന്റെ വഴിക്ക് പോകുന്ന ആൾക്കാർ സിഎമ്മിന്റെ മുരീദ് കാരണം കേട്ടോ, ഒരു വലിയൊരു സാധനം അല്ലത്. അങ്ങനെ അദ്ദേഹം സൗദി അറേബ്യയിലെത്തി. ഞാൻ നിർത്താം. സൗദി അറേബ്യയിലെത്തി. അൽഹംദുലില്ലാഹ് നല്ല മട്ടത്തിൽ റാഹത്തിൽ കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നും അയാളെ മേൽ ഒരു കള്ളക്കേസ് വന്നു. അയാൾ ജയിലിൽ അടക്കപ്പെട്ടു. നിരപരാധിയാണ് അയാൾ. സുബ്ഹാനല്ലാഹ്, ബേജാറായി. ആ ജയിലിൽ കിടന്ന് സിഎമ്മിനെ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, സിഎം വലിയുല്ലാഹ്, എന്നെ ജയിലടക്കാൻ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിടേണ്ടിയിരുന്നോ? ഇങ്ങനെയല്ലേ പറയാ മക്കള്, അപ്പാ എന്നെന്തിനെ ഇങ്ങോട്ട് വിട്ട്, ഇന്നെ അടങ്ങറാക്കാൻ കണ്ടു വിടേണ്ടിയിരുന്നു. സിഎം അല്ലേ പോയിക്കോന്ന് പറഞ്ഞു. എന്നെ ജയിലിൽ അടക്കാൻ നിന്നെ എങ്ങോട്ട് വിടേണ്ടിയിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് വേദനയോടുകൂടെ നിന്റെ റൂമിലിരുന്ന് സിഎമ്മിനെ വിളിച്ച് കരഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും. സിഎം നേരിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഒരാളെ അയച്ചേക്കാം. അനുഭവിക്കും മോമിനിങ്ങളെ, ചെയ്തു നോക്ക്. നീ സിഎമ്മിനെ സ്നേഹിക്ക്, ഉമ്മ സഹോദരി സിഎമ്മിനെ സ്നേഹിക്ക്, ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാവും. എത്ര എത്ര സംഭവങ്ങളാണല്ലോ ഇപ്പൊ എൻ്റെ അനുഭവത്തിലുള്ളത്. എത്ര മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത്, ആൺകുട്ടികളില്ലാത്തവർക്ക് എത്ര ആളുകൾക്കാണ് ആൺകുട്ടികൾ. 24ഓളം മുഹമ്മദ് അബൂബക്കർ ഞാൻ പേര് പറഞ്ഞു കൊടുത്തതുണ്ട്. ആൺകുട്ടികളില്ലാത്തവർക്ക്, അവർക്കൊക്കെ ആൺകുട്ടികൾ ജനിച്ചു, മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിട്ടു. സിഎമ്മിന്റെ പേരാ. എന്റെ അനുഭവത്തിൽ ഇപ്പോൾ എന്റെ കുടുംബത്തിന് 3 മുഹമ്മദ് അബൂബക്കർ ഉണ്ട്. 3 ഒന്ന് എന്റെ പേരമോൻ തന്നെ. ആൺകുട്ടിയാകണമെന്ന് ആഗ്രഹിച്ച് സിഎമ്മുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പേരിടാൻ കരുതി ഫാത്തിഹ മോദി ആണും പെണ്ണോദി ചെയ്താൽ സുബ്ഹാനല്ലാഹ് ഉറപ്പാണ് ആൺകുട്ടിയാവും. ചെയ്ത വിവരം ആരോടും പറയരുത്, ജനിച്ചിട്ടേ പറയാവൂ. കൊട്ടിഘോഷിക്കരുത്, സിഎമ്മുമായി ബന്ധപ്പെടണം. വല്ലാത്തതല്ലേ. ഇപ്പൊ 2 ആഴ്ച മുമ്പ് സിഎമ്മിന്റെ ഒരു സദസ്സിൽ ഞാൻ അവിടെ പ്രസംഗിച്ച് ഒരു 10 മണിക്ക് പ്രസംഗം കഴിഞ്ഞു പോകുന്നു. അതിന്റെ ശേഷം എൻ്റെ ഒരു സുഹൃത്താ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം സിഎമ്മിന്റെ മുരീദാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അവിടെ ഒരു മദ്രസക്ക് പിരിവാ നടക്കാം. ആരായി സദസ്സിന്ന് 10,000 റുപ്യ സിഎമ്മിന്റെ പേരിൽ തരുക എന്ന് ചോദിച്ചു. ആഭരണം ചോദിച്ചപ്പോൾ 12ഓളം സ്ത്രീകൾ കഴുത്തിലുള്ളതും കായിലുള്ളതൊക്കെ കൊടുത്തു. പിന്നെ പുരുഷന്മാരോട് ചോദിച്ചു, ആരാ തരും 10,000 റുപ്യ? ഒരൊറ്റ ആളും കൊടുത്തില്ല. ഇതുപോലൊരു ചെറിയ സദസ്സായിരുന്നു, പൈസക്കാരൊന്നുമില്ല. സ്റ്റേജിലൊരു ഉസ്താദ് ഉണ്ട്. അദ്ദേഹം സമ്പന്നനൊന്നുമല്ല, എനിക്ക് പരിചയമുള്ള ഒരു മുദരിസ. അദ്ദേഹം ആണെങ്കിൽ ഇപ്പം വല്ലാത്ത ടൈറ്റാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് സിഎമ്മിന്റെ പേര് പറഞ്ഞിട്ട് 10,000 ചോദിച്ചിട്ട് ഈ സദസ്സിൽ നിന്ന് ആരും കൊടുത്തില്ലെങ്കിൽ അതൊരു ശാപമാകും നാട്ടിന് എന്ന് അറിവുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. പൊതുജനങ്ങൾക്ക് അത്ര ഉൾക്കൊണ്ടോണമെന്നില്ല. അദ്ദേഹത്തിന് ബേജാറായി. അല്ലാഹ്, ഈ അവിടുത്തെ പേര് പറഞ്ഞൊരു 10,000 ചോദിച്ചിട്ട് ആരും ഏൽക്കുന്നില്ലല്ലോ, ഞാൻ ഏറ്റാലോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ 10,000 തരാം. അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല, ഒരു 4,000 റുപ്യ പോക്കറ്റിലുണ്ട്. ശനിയാഴ്ച കോളേജ് ദർസുക്ക് പോകാനുള്ളതാണ്. ശനിയാഴ്ച ആ പൈസക്ക് ആവശ്യമുണ്ട്. ഈ 4,000 10,000ത്തിലേക്ക് സിഎമ്മിന്റെ പേര് കേട്ടതല്ലേ, എന്തെങ്കിലും ഒരു ഫത്ഹ് ഉണ്ടാവും, ആണ്ട് കൊടുത്തു. ഇത് ആരോടും അദ്ദേഹം പറഞ്ഞില്ല. ഇന്ന് 2 ആഴ്ചയായിട്ടുള്ള സംഭവം. അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് രാവിലെ തന്നെ കോളേജിൽ പോയി.
സ്ഥാപനത്തിൽ പോയി. സ്ഥാപനത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ബാഗിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ബാഗിൻ്റെ മുകളിൽ 4000 രൂപ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആര് കൊണ്ടുവന്ന് വെച്ചു? ആര് വെച്ചു? അഭിമുഖം ആരാണ് ഈ പൈസ വെച്ചത്? അതാണ് CM വലിയുള്ളാഹി. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിനൊക്കെ ഇത്ര ഒരു സുബ്ഹാനല്ലാഹ് ഫലമുള്ള മനുഷ്യൻ ഏത് വിഷമത്തിനും ഫലിക്കും, ഏത് വിഷമത്തിനും ഫലിക്കും. എന്നെ എന്തിന് ഇങ്ങോട്ട് വിട്ടു CM? എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്തിനിങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞ അയാൾ കരയുകയാണ്. കുറ്റപ്പെടുത്തല്ല, കരയാണ്. ഉപ്പാനോടൊക്കെ പറഞ്ഞമാതിരി പറയാ CM-നോട്. എന്തും പറയാം, എവിടെ നിന്ന് പറഞ്ഞാലും CM ചെവിക്കൊള്ളും. മെല്ലെ പറഞ്ഞാൽ മതി, ചെവിക്കൊള്ളും. സഹോദരന്മാരെ, ഇത് അനുഭവമാണ് ഈ പറയുന്നത്. എന്തുണ്ടായി? കുറച്ച് കഴിഞ്ഞപ്പോ CM വലിയുള്ളാഹി അതാ വരുന്നു. CM വലിയുള്ളാഹി വരുന്നു ജയിലിന്റെ അടുത്ത്, സൗദി അറേബ്യയിലെ. അന്ന് ഹയാത്തുണ്ട് CM. ഞാൻ ഹജ്ജിന് വന്നതായിരുന്നു. നീ ജയിലിൽ അടക്കപ്പെട്ട് സങ്കടപ്പെട്ടപ്പോൾ നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. പൂട്ടും കെട്ട് പൊട്ടിക്കല്ലേ, ഇതിൽ കൂടെ പറയാൻ പറ്റുമോ? നമ്മളാടല്ലേ, പൂട്ടാട് പൊട്ടിച്ച് പുറത്തിറങ്ങി ഇറക്കം. ഈ സയ്യാറയ്ക്ക് ഒരു കാറോട് നീ കയറി. അതാ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കി കൊടുത്തു. പിന്നെ CM-നെ കാണാനില്ല. നാട്ടിലേക്ക് വിളിച്ചു, ഭാര്യക്ക് വിളിച്ചു. CM ഹജ്ജിന് പോന്നോ? ഇല്ലല്ല, ഇന്നലെ ഞാൻ പോയിരുന്നു കാണാൻ. ഈ ഭാര്യ പറയാം, ഞാൻ ഇന്നലെ ഭർത്താവിനെ ജയിലിലടച്ചേ പറയാൻ പോയിരുന്നേ. ഇന്നലെ ഉണ്ട്, പോയിട്ടില്ല. ഹജ്ജിന് വന്നതായി അവർക്കറിയില്ല. ഒരൊറ്റ ഹജ്ജും ഔലിയാക്കൾ നഷ്ടപ്പെടുത്തുകയില്ല. അവരിവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. വലിയ ജാറത്തിന് സിയാറത്തിന് എന്നു CM വലിയുള്ളാഹി. വരത്തൂര് പാപ്പ എന്നോട് പറഞ്ഞതായി. വരത്തൂര് പാപ്പ വലിയ ജാർ, അഥവാ പിന്നെ പൊന്നാനിയിലാണ് വലിയ ജാർ. ആ തങ്ങളാപ്പാന്റെ ജാർ, ഹൈദറൂസി സയ്യിദന്മാരുടെ നേതാവ്, പൊന്നാനിയിൽ കിടക്കുന്ന വലിയ ജാർ. ഞങ്ങളെ നാട്ടിൽ പൊന്മുണ്ടത്ത് CM വലിയുള്ള വന്നു. വലത്തൂര് പാപ്പയാണ് അന്ന് ഖിദ്മത്തെടുക്കൽ, മുഹിദ്ദീൻ ഹാജിന്റെ വീടിന്റെ അരികിൽ. അങ്ങനെ ചെന്ന് എണ്ണൊക്കെ തേച്ചെടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ആക്കി കൊടുക്കുമ്പോഴേക്കും ളുഹുർ അസർ ആയിട്ടുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞ് നമുക്ക് സിയാറത്തിന് പോകണം. ഈ ഭാഗത്ത് എവിടൊക്കെ പോകാം? യാവുന്തങ്ങൾ, മറ്റേതങ്ങൾ, അങ്ങനെ പേര് പറഞ്ഞു കൊടുത്തു വൈലത്തൂര് പാപ്പ. നാളെ പോകാം, കാറാക്കുക, കാറ് വിളിക്കുക എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാറ് വിളിച്ച് എല്ലാവരും കൂടെ പോയി. വൈലത്തൂര് പാപ്പ എന്നോട് പറയാണ്, ഞാനുണ്ട്, CM ഉണ്ട്, മുഹിദ്ദീൻ ഹാജിണ്ട്. അങ്ങനെ പൊന്നാനിയൊക്കെ പലയിടത്തും സിയാറത്ത് ചെയ്ത് വലിയ ജാറത്തിങ്ങലെത്തി. വലിയ ജാറത്തിങ്ങ് CM വണ്ടി ചെന്നങ്ങ് ഇറങ്ങിയപ്പോ തന്നെ ആളുകളുണ്ട് വരാൻ തുടങ്ങി. മക്കാമിന്റെ ഉള്ളിൽ കയറി ഒരു സിയാറത്ത് കഴിഞ്ഞ് വൈലത്തൂര് പാപ്പ പറയാം, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാന് ആശ്ചര്യപ്പെട്ടു. ആളുകൾ കുറെ വന്നിട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെ കാത്താ നിൽക്കുന്നത്? ഞങ്ങള് CM വലിയുള്ളാനെ കാത്തിക്കുന്നു. നിങ്ങൾക്ക് മൂപ്പരെ അറിയോ? നിങ്ങൾക്ക് മൂപ്പരെ അറിയോ? ഓ, ഞങ്ങൾക്കറിയും. ഇവിടെ സാധാ സിയാറത്തിന് വരാറുണ്ട്. വൈലത്തൂര് പാപ്പ ഒറ്റ പ്രാവശ്യവും കൂടെ വന്നിട്ടില്ല. സാധാ സിയാറത്തിന് വരാറുണ്ട്. ഇന്നലെയും വന്നിരുന്നു. ഇന്നലെ എപ്പോ? ഇന്നലെ ളുഹുറിന്റെ ശേഷം ഇവിടെ വന്നു. സിയാറത്ത് ഞങ്ങള് കൂട്ടി സിയാറത്ത് ചെയ്തു. ഞങ്ങളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. അങ്ങനെയാണ് പോയത്. സുബ്ഹാനല്ലാഹ്, മക്കളെ നിങ്ങൾക്ക് ആള് മാറി. ഇന്നലെ ളുഹുർക്ക് അവർക്ക് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അസറോടുകൂടെയാണ് എല്ലാം പൂർത്തിയായത്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് അസറിന്റെ ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത്, നാളെ പോകാൻ. പിന്നെ ഒരിക്കലും മൂപ്പരല്ല, ആള് മാറിയതാണ്. ഓല് പറഞ്ഞ ആള് മാറിയിട്ടില്ല, ഇന്നലെ വന്നിന്. ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈലത്തൂര് പാപ്പ പറയാണ്, CM വലിയുള്ള മക്കാമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. നിങ്ങൾ എന്തിനാണ് എന്റെ കാര്യത്തിൽ തർക്കിക്കുന്നത്? എന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കണ്ട. ഞാൻ അവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും. അന ഖുതുബുൽ ആലം. ഞാൻ അവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും. ഞാൻ ആലമിനെ മൊത്തം ബന്ധപ്പെടാൻ കഴിയുന്ന സ്റ്റേജ് ഉള്ളവനാണ് എന്നാണ്. വല്ലാത്ത സ്ഥാനല്ലേ അത്. ചില ആൾക്കാർ പറയും കുത്തുബാകാൻ പറ്റൂല. കുത്തുബാകണമെങ്കിൽ ചിലവർക്ക് സയ്യിദാകണം, തങ്ങളാകണം. ചില കിതാബിലൊക്കെ അങ്ങനെയുണ്ട്. പക്ഷേ അത് ബലപ്പെട്ട അഭിപ്രായം അല്ല. കുത്തുബാകണമെങ്കിൽ സയ്യിദാകണമെന്ന് പറയുന്ന ആളുകൾ, ഈ പറയുന്ന ആളുകളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ റബ്ബേ വലിയ പറഞ്ഞു? കാരണം തുഹ്ഫ ബന്ധപ്പെടാത്തൊരു മൂല്യരുണ്ടാവില്ലല്ലോ. തുഹ്ഫ ബന്ധപ്പെടാത്ത മൂല്യരുണ്ടാവും. തുഹ്ഫ ഷാഫി മദ്ഹബിൽ ആധികാരിക കിതാബ്. തുഹ്ഫയിൽ പറയുന്നത് കാണാം, ഇമാം ഷാഫി തങ്ങളെ പറ്റി പറയാം. അഖാമ ബിമിസ്ര, ഈജിപ്തിൽ മഹാനായ ഇമാം ഷാഫി ജീവിച്ചു.
കഹ്ഫൽ ലി അഹ്ലിഹാ, ഈജിപ്തുകാരുടെ മുഴുവനും അഭയമായി ജീവിച്ചു. ഇലാ അൻ തഖത്തബ, എത്രത്തോളം അങ്ങനെ മഹാനവർകൾ ഖുതുബായി തീർന്നു. നോക്ക് നിങ്ങൾ, ഇമാം ഷാഫി ഖുതുബായി എന്ന് തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയാണ്. ഇമാം ഷാഫി സയ്യിദല്ല, ഇമാം ഷാഫി ഖുറൈശി മാത്രമാണ്, സയ്യിദല്ല. സയ്യിദാകണമെന്ന നിബന്ധനയുണ്ടെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾ ഇമാം ഷാഫി ഖുതുബായി എന്ന് പറയോ? അത് ഫതാവൽ ഹദീസിയയിലും കാണാം. ഇന്നൽ ഇമാം ഷാഫിയ ഔഹദു അഖ്താബിൽ ഔലിയാ, ജാമിഉൽ കറാമാത്തിൽ കാണാം. ഔലിയാക്കന്മാരിൽ വലിയ ഖുതുബാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി. ഈ ആബെന്ന ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ നിന്ന് രേഖയായി സുലൈമാനിൽ ജമൽ എഴുതുന്നു. എന്ത്? ഒമിൻ അജല്ലി മആസിരിൽ ഇമാമിൻ നബവി, ഇമാം നബവി തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയതാണ് മാ ഹുക്കിയ, ചരിത്രത്തിൽ കാണുന്നത് എന്ത്? അന്നഹു തഖത്തബ ഖബല മൗതിഹി, ഇമാം നബവി തങ്ങൾ വഫാത്താകുന്ന മുമ്പ് ഖുതുബായി. ഇമാം നബവി ഖുറൈശിയും അല്ല സയ്യിദും അല്ല, ചരിത്രം അറിയുന്നവർക്കറിയാം. ഇമാം നബവി ഖുറൈശിയും അല്ല സയ്യിദും അല്ല. അപ്പൊ വല്ലാത്തൊരു നിബന്ധന തന്നെ. ഇവരിങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ ദീനാവോ റബ്ബ്? എനിക്കറിഞ്ഞൂടാ. അല്ലാഹു അക്ബർ. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അന ഖുതുബുൽ ആലം, ബഹുമാനപ്പെട്ടവര് പറഞ്ഞു. ഇന്നിപ്പോ അവിടുന്ന് കിടക്കുന്ന ആ സ്ഥലത്ത് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, ഹദാ മഖാമു ഹദാ ഖബറു ഹദാ മഖാമു ഖുതുബിൽ ആലം, ഇത് ഖുതുബുൽ ആലം കിടക്കുന്ന സ്ഥലമാണ്. ഇന്ന് അവിടുന്ന് കിടക്കുന്ന സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റിട്ട് ഇരുന്ന് പറഞ്ഞതാണ്, ഇത് ഖുതുബുൽ ആലമിന്റെ ഖബറിന്റെ സ്ഥലമാണ്. പറഞ്ഞത് മുഴുവനും നടന്നു. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാമാണ് ചെയ്തത്. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറയുന്നു, അവിടുത്തെ ഖതീബായിരുന്ന മുഹമ്മദ് ദാരിമി എന്നോട് പറഞ്ഞതാണ്. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. സിഎമ്മിന്റെ പരിചയക്കാരനും കൂട്ടുകാരനുമാണ്. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന മഹാനിക്ക് ഒരു മകനുണ്ട്, നാപ്പൊട്ടനാണ്. നാവ് സംസാരത്തിന് വഴങ്ങൂല. അക്ഷരാഭ്യാസമുണ്ട്, സംസാരം അറിയും. മലയാള വശമുണ്ട്, പക്ഷേ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല. ആ മകന് അല്പം പ്രായമായിട്ടുണ്ട്, 10-15 വയസ്സായെന്നാണ് എൻ്റെ ഓർമ്മ. ആ മോനെയും കൂട്ടിയിട്ട് പള്ളിയിലെ ഉസ്താദായ ദാരിമി ഉസ്താദും എന്നോടത് പറയുന്നത്, ദാരിമി ഉസ്താദാണ്, ജീവിച്ചിരിപ്പുണ്ട്. ഖാദിർ മുസ്ലിയാരും കൂടെ പുറപ്പെടുന്നു. സിഎമ്മിന്റെ ഹദറത്തിലെത്തി. സിഎം വലിയുള്ളാഹ്ക്ക് സലാം പറഞ്ഞു. ഖാദിർ മുസ്ലിയാർ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ മകനാണ്, അവൻ സംസാരിക്കുന്നില്ല, അവൻക്ക് സംസാരശേഷിയില്ല. എന്റെ മോനൊന്ന് സംസാരിച്ച് കണ്ട് മരിക്കാമായിരുന്നു എനിക്കെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ കരയുകയാണ്. കരഞ്ഞപ്പോൾ സിഎം വലിയുള്ളാഹി ലോകം, എല്ലാ ലോകത്തേക്കും വാനലോകത്തും ഭൂമിയുടെ അന്തർഭാഗത്തിലും ലോകത്ത് മുഴുവനുമുള്ള വിവരങ്ങൾ ഒരേ ടൈമിൽ അറിയാൻ അള്ളാഹു കഴിവ് കൊടുത്തവരാണ് സിഎം വലിയുള്ളാഹി. അതിന്റെ രേഖകൾ ഓരോന്നായി നിരത്താൻ എനിക്ക് കഴിയും. ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി വാനലോകത്തേക്ക് കണ്ണു നട്ട് കിടക്കുന്നു. എപ്പോഴും കിടക്കൽ അങ്ങനെ തന്നെ. ഇങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിലുള്ളതൊക്കെ എത്രയാണ് റബ്ബേ ഇങ്ങോട്ട് പറഞ്ഞത്. അല്ലാഹ്, ലോകം മുഴുവനും മക്ശൂഫാണ് സിഎം വലിയുള്ളാഹി. അത് ഖുതുബുൽ ആലം തന്നെയാണ്. അങ്ങനെ ഇങ്ങനെ കിടക്കുക. ഖാദിറിനോട് പറയാണ് ഇത് പറഞ്ഞപ്പോ, ഖാദിർ മുസ്ലിയാരെ, നിങ്ങളുടെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ലൗഹുൽ മഹ്ഫൂദ് നോക്കാൻ കഴിവുള്ളവർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൗലാ അന്നശയാതീന ലഹൂമുന അലാ ഖുലൂബി ബനി ആദമ ലനദറൂ ഇലാ മലകൂതിസ് സമാവാത്. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കുടിയിരുന്നിട്ടില്ലെങ്കിൽ വാനലോകത്തെ രഹസ്യങ്ങൾ നോക്കി പറയാൻ അവർക്ക് കഴിയുമായിരുന്നു. കുപ്പി ആകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ. അതല്ലല്ലോ ആകാശത്ത് തന്നെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാണുന്നത്. എങ്ങനെയാണ് ജീലാനി തങ്ങളെ പാട്ട്? മാല ജീലാനി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. എന്താണ്? സുബ്ഹാനല്ലാഹ്,
ഇരുന്നേ ഇരിപ്പില്ലേളാകാശം കണ്ടോവർ ഏറുമാലക്കൂത്തിലി രാജാളി എന്നോവർ. ഇരുന്ന ഇരിപ്പിൽ ഏളാകാശത്തെ വിവരം പറയാൻ കഴിയും, ലൗഹുൽ മഹ്ഫൂദ് നോക്കിക്കാണാൻ കഴിയും. അങ്ങനെ നോക്കി പറഞ്ഞിരുന്ന ആളാ സിയം വലിയുള്ളാഹി. അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, നിങ്ങളെ മകൻ സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് ഇത് പറഞ്ഞപ്പോൾ ഖാദർ മുസ്ലിയാര് പറയുന്നു, അത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാ അബ്ദുൽ ഖാദർ? അത് ഞാനും കണ്ടിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത്. പക്ഷേ അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് മുബ്രമായ ഖളാ അല്ല, അന്തിമ തീരുമാനമായിക്കോളണമെന്നില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യംഹുല്ലാഹു മാ യശാ. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് ചിലതൊക്കെ മായ്ച്ചു കളയും, വയുസ്ബിത് ആ സ്ഥാനത്ത് മറ്റ് ചിലത് എഴുതി ചേർക്കും. അപ്പൊ മാറ്റുന്ന അവസ്ഥ ഒരു പക്ഷേ ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടാകും. അത് നോക്കി പറഞ്ഞവർ പലരും കുടുങ്ങാറുണ്ട്. ഔലിയാക്കൾ തന്നെ കുടുങ്ങാറുണ്ടെന്ന് ഷെർഖാവി ഹിക്കമിന്റെ ഹാഷിയിൽ പറയുന്നത് കാണാം. അപ്പോ അതിൽ നോക്കി പറഞ്ഞ് ചിലപ്പോൾ നടന്നോളൊന്നില്ല, നടക്കും 90%. അപ്പൊ നിങ്ങളുടെ മകൻ സംസാരിക്കൂല എന്ന് പറഞ്ഞില്ല സിയം, അതല്ല ബുദ്ധിയുള്ള വാക്ക്. നിങ്ങളുടെ മകൻ സംസാരിക്കൂല അബ്ദുൽ ഖാദർ മുസ്ലിയാരെ എന്ന് പറഞ്ഞില്ല. ഓർ പറഞ്ഞെന്താ, നിങ്ങളെ മകൻ സംസാരിക്കില്ലെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇങ്ങനല്ലേ പറഞ്ഞു? അതെ. അപ്പോൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത്, അത് ഞാനും കണ്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറം വല്ലതുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ, അപ്പുറത്ത് അള്ളാഹുവിന്റെ തീരുമാനം അല്ല, അത് മുഴുവനുമല്ല. അപ്പൊ ആ തീരുമാനത്തിന് മറിച്ച് വല്ലതുണ്ടെങ്കിൽ അത് വാങ്ങിത്തരാനാ ഞാൻ ഇവിടെ വന്നത്. ഉടനെ തന്നെ സിഎം അങ്ങോട്ട് തിരിഞ്ഞടക്കാം. ഇത് നേരെ ദിക്സാക്ഷിയായ ഉസ്താദ് എന്നോട് പറഞ്ഞു, ദാരിമി ഉസ്താദ്. അങ്ങോട്ട് തിരിഞ്ഞടക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, മോനെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചില ദിക്റൊക്കെ ചൊല്ലിച്ചു. ഇതാരാണ്? ഇതിന്റെ പാപ്പയാണ്. കുട്ടി മലയാളത്തിൽ പറയണേ, ഇതാരാണ്? ഇതിന്റെ നാട്ടിലെ ഉസ്താദാ. മലയാളം ശരിക്കും അറിയും കുട്ടി, സംസാരിച്ചു കുട്ടി. തൗഹീദിന്റെ കലിമ ചൊല്ലിച്ചു. ഈ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ഉപ്പായുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദാരിമിയും ഉപ്പായും കുഞ്ഞന്റെ കൈയും പിടിച്ചിറങ്ങി, പുറത്തിറങ്ങി. കുഞ്ഞിനോട് ഉപ്പ സംസാരിക്കാൻ തുടങ്ങുന്നു. കുട്ടി സംസാരിക്കുന്നില്ല, ആംഗ്യം കാണിക്കുകയാണെന്ന് മുമ്പത്തെ പോലെ തന്നെ. കൈ പിടിച്ച് രണ്ടാമത് സിഎമ്മിന്റെ ഹദറത്തിലേക്ക് ചെന്നു. സിഎം വലിയുള്ളാഹിനോട് പറഞ്ഞു, എന്റെ കുട്ടി വീണ്ടും സംസാരിക്കുന്നില്ല. ഉടനെ സിഎം വലിയുള്ളാഹി പറഞ്ഞ വാക്ക്, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അടിമയുടെ ആഗ്രഹം അള്ളാഹു തീർത്തു തന്നിട്ടുണ്ട്. അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മളെ പോലെ സാധാരണക്കാരനല്ല, അള്ളാഹു വിലായത്ത് കൊടുത്തൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത്, എന്റെ മോനൊന്ന് സംസാരിക്കുന്നത് കണ്ട് മരിച്ചാൽ മതിയായിരുന്നു. എന്റെ മോൻ നിത്യമായി സംസാരിക്കുന്നു പറഞ്ഞിട്ടില്ല, പറയാൻ ഒരു കഴിയില്ല. അങ്ങനെ അതാണ് പറഞ്ഞത്, എന്റെ മോൻ സംസാരിക്കുന്നത് കണ്ട് മരിച്ചാൽ മതിയായിരുന്നു. സംസാരിക്കുന്ന ആഗ്രഹം പൂർത്തിയാക്കി തന്നില്ലേ? അടിമയുടെ ആഗ്രഹം അള്ളാഹു തീർത്തു തന്നിട്ടുണ്ട്. ഇനി ചോദിക്കുന്നത് അദബ് കേടാണ്. പോകാം. സഹോദരന്മാരെ, എന്താണ് സിഎം ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെ സിഎം എന്ന് പറയുന്ന ഒരു വലിയ ലോകമാണ്. ഒരു ചരിത്രവും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മുത്തുപേട്ടയിലേക്ക് പുറപ്പെട്ടതായ ഒരു സഹോദരൻ ഈറോടെത്തി. ഇതിന്റെ ഇടയിൽ മുത്തുപേട്ടന്റെ ഇടയിൽ 7 മണിക്കൂർ ബസ് യാത്രയാണ്. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യാ? ഉറങ്ങിയതാ. ഉണർന്നു നോക്കുമ്പോ ഇത് ഏതാ സ്ഥലം എന്ന് വെച്ച്, ഈറോഡാ. മുത്തുപേട്ടക്ക് പോവാൻ, അല്ലോ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളി, ഇനി ഏതെങ്കിലും വണ്ടിക്ക് പോയിക്കോ. അവിടെ ഇറങ്ങി. ബസ് കിട്ടുന്ന സ്ഥലത്തല്ല ഇറങ്ങിയത്. അവിടെ ഇറങ്ങി അദ്ദേഹം ഒറ്റക്ക്. സുബഹി ആകാൻ ഏകദേശം 1 മണിക്കൂറൊക്കെ ഉള്ളൂ. ആ ടൈമിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. അതാ സുബ്ഹാനല്ലാഹ്, ഒരു ബസ് വരുന്നു. ഒരു ബസ് അടുത്ത് വന്ന് നിന്നു. സിഎം വലിയുള്ളാഹിയാണ് അതിലെ അമീർ. ഒരു സിയാറത്ത് ടൂർ. എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. അദ്ദേഹം സിഎമ്മിന്റെ മുരീദാ. വല്ലാത്ത ആശ്ചര്യപ്പെട്ടു. സിഎം ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? ഞാൻ മുത്തുപേട്ടക്ക. ഈ വണ്ടി മുത്തുപേട്ടക്ക, കേറിക്കോ. കേറി. ആഗ്രഹിച്ച ടൈമിൽ ആഗ്രഹിച്ചതുമായി എത്തിയിരിക്കുന്നു. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് മുത്തുപേട്ടക്ക് എത്താൻ സാധ്യതയില്ല. 7 മണിക്കൂർ യാത്ര ചെയ്ത് പ്ലെയിനിന് പോയെത്തി കൂടായി. അവിടെ സുബൈ ഇങ്ങനെ കളാനാകുമ്പോൾ മുത്തുപേട്ടത്താണ്. മുത്തുപേട്ട മുറ്റത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തുമ്പോൾ എല്ലാവരും സുബൈ കളാവെന്ന് പേടിച്ചിട്ട് ചാടി ഇറങ്ങി. ഇദ്ദേഹം ഇറങ്ങി
പെട്ടെന്ന് ഒലു ചെയ്ത് ചിലർ കുളത്തിൽ പോയി, ചിലർ ഹൗലിങ്ങ പോയി. മുത്തുപേട്ട പോയവർക്കറിയാം സൗകര്യങ്ങൾ. ഒലു ചെയ്ത് പള്ളിയിൽ വന്ന് ഇദ്ദേഹം വേഗം സുബഹി നിസ്കരിച്ച്, ജമാഅത്തൊന്നും കാത്തുക്കൂലല്ലോ കലാവുമ്പോൾ, വേഗം നിസ്കരിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോ കൂടെ വന്ന ഒരേറ്റ കൂട്ടുകാരെയും വലിയമാരും കാണാനില്ല, CM-നും കാണാനില്ല. സുബ്ഹാനല്ലാഹ്. അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, എവിടെ? അങ്ങനെ ഒരു വണ്ടി ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല, അങ്ങനെ ഒരു ആൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, അങ്ങനെ ആരും വന്നിട്ടില്ല ഇങ്ങോട്ട്. ഒരു മനുഷ്യനും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. ബസ് വന്നിട്ട് സിയാറത്ത് ടൂറിൽ അമീറായി CM വന്നിട്ട് ഇദ്ദേഹത്തെ അവിടെ ഇറക്കി കൊടുത്തിട്ട് ആ വണ്ടി അവിടെ ഉണ്ടായിട്ടില്ല. അതിൽ ആളുമില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. ഏത് വണ്ടിയാണിത്? ആ CM-ന്റെ വണ്ടി ഇന്നുണ്ട് കേട്ടോ. ആ CM-ന്റെ വണ്ടി ഇന്നുണ്ട്. പിടിച്ചോ CM-നെ. അത് വല്ലാത്തൊരു പിടികയറാണ്. ദുന്യാവും ആഖിറവും കിട്ടും സഹോദരന്മാരെ. എൻ്റെ അനുഭവങ്ങൾ തന്നെ കുറേ പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ. ഹ്രസ്വമായ സാസാണെങ്കിലും അതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം, സഖാഫിൻ്റെ ഒന്നും ലക്ഷ്യം. CM-നെ പറ്റി മുഹിബ്ബീങ്ങൾക്ക് കുറച്ച് പറയാം. അതിങ്ങനെ കേട്ട് മനസ്സ് നന്നാകാം, അവരുടെ പൊരുത്തം കിട്ടുക, ഇത് മാത്രമാണ്. അള്ളാഹു സഖാഫിക്കും തങ്ങളാപ്പാക്കും നമുക്കൊക്കെ അവിടുത്തെ മദദും പൊരുത്തവും അള്ളാഹു താല നൽകുമാറാകട്ടെ. അള്ളാഹു താല അവിടുത്തെ മുരീദന്മാരിൽ എന്നെയും നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്കും നമ്മൾക്കൊക്കെ ഉണ്ട്. അള്ളാഹു അവിടുത്തെ മഹ്ദുവിൻ്റെ പേരിൽ, അള്ളാഹു താല അവിടുത്തെ മദ്ഹ് പറഞ്ഞ പേരിൽ, ആ സദസ്സിൽ ഇരുന്ന പേരിൽ, അത് കേട്ട പേരിൽ അള്ളാഹു അതിനൊക്കെ ഒരു വലിയൊരു ഫത്ഹ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.